ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തീർച്ചയായിട്ടും ഒരു ആദരാഞ്ജലി അർപ്പിക്കാനുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ്റെ വിയോഗം തീർച്ചയായിട്ടും ആദരാഞ്ജലികളോടെ അറിയിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മളൊരു പ്രയറിൻ്റെ ദിവസമാണ്. എ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് ട്രൂ പ്രയർ. പ്രയർ എന്ന് പറയുമ്പോൾ തന്നെ അതിന് തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി അല്ലേ, ഒരു ബിലീഫിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് പല തലങ്ങളിലൂടെയൊക്കെ അതിനെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് ഈ ട്രൂ പ്രയർ, യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന എന്നാണ് മനോജ് കുമാർ സാർ നമ്മളുമായിട്ട് സംവേദിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ശ്രദ്ധയോടെ ഇരിക്കാം. നമ്മളുടേതായ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് അതിൻ്റെ അകത്ത് കൊടുക്കുകയും ചെയ്യാം. സോ നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഇതിൻ്റെ സാരഥി മനോജ് കുമാർ സാറിനെയും. മനോജ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സബു സാർ, വൺസ് അഗെയിൻ. അപ്പോൾ ഞാനിങ്ങനെ ഒരു പ്രത്യേക ഒരു തീം അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റായിട്ട് വരാനായിട്ട് പ്രത്യേകിച്ച കാരണങ്ങളൊന്നുമില്ല. കുറേ കാലങ്ങളായി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാബു സാറിൻ്റെ ഈ ഈ ദിവസത്തിലെ പ്രത്യേകമുള്ള കണ്ടന്റുമായിട്ടൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു സബ്ജക്റ്റ് ഞാനൊരു പുസ്തക വായനയിൽ എനിക്ക് അങ്ങനെ കിട്ടിയപ്പോൾ വിചാരിച്ചു ഇതൊരു നല്ല സബ്ജക്റ്റ് ആണല്ലോ നമ്മുടെ ഇവിടെ ഇത് അവതരിപ്പിക്കാൻ. അങ്ങനെയാണ് എൻ്റെ ഒരു കണ്ടന്റ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കിട്ടിയത്. ദി സയൻസ് ആൻഡ് ആർട്ട് ഓഫ് ട്രൂ പ്രയർ എന്നാണ്. ഓക്കെ, യഥാർത്ഥ പ്രാർത്ഥനയുടെ ശാസ്ത്രവും കലയും എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ അതിനെ നമ്മൾ പറയാം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്പിരിച്വൽ ടോക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ സ്പിരിച്വാലിറ്റിയിലേക്കുള്ള ഒരു യാത്രയോ ഒന്നുമല്ല. നമ്മൾ സാധാരണക്കാരല്ല. അപ്പോൾ സാധാരണക്കാർ പ്രയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള, എല്ലാവരും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കാത്തവരുണ്ടോ? അപ്പോൾ അത് ഈ പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ എത്തുന്നത് അത് മതപരമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സ്പിരിച്വാലിറ്റിയിലൊക്കെ ആയിട്ടാണ്. അങ്ങനെയും ആകാമല്ലോ. പക്ഷേ നമ്മളതിന് വേറൊരു അപ്രോച്ചാണ് ഇവിടെ എടുക്കുന്നത്. ശരിക്കും സയൻസ് എന്ന് പറയുമ്പോഴേ, അപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് അറിവ് ആണല്ലോ. ശാസ്ത്രം നമ്മളൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടാണ്. അപ്പോൾ അതിനകത്തൊരു അർത്ഥം എന്നുള്ളൊരു അറിവ് ഒരു മീനിങ് വരുന്നുണ്ട്. പിന്നെ അത് എപ്പോഴും ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, തെളിയിക്കപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ അത് ക്രമീകരിച്ചതാകാം. വളരെ പ്രൊസീജിയറിൽ കൂടെ വർഷങ്ങളോളമൊക്കെ നീണ്ടു നിന്ന ഒരു ക്രമീകരണം ഉണ്ടാവും. പിന്നെ കുറേയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ചതൊക്കെ ആവുമല്ലോ അപ്പോൾ ശാസ്ത്രം. തന്നെയല്ല അത് ഒരു വ്യവസ്ഥാപിത ഒരു 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 പ്രസ്ഥാനത്തിൽ കൂടെയൊക്കെ ഇൻ്റർനാഷണലി ഒക്കെ ആയിട്ട് ചർച്ച ചെയ്യപ്പെടും. പല ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രത്തിൽ പറയുന്ന പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്താണ് കല? അപ്പോൾ ശാസ്ത്രം ഇതാണ്. അതിനകത്ത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാമായി ഒരു ഒരു വ്യവസ്ഥാപിത ഒരു ഒരു പ്രോസസ്സുണ്ട്. അപ്പോൾ കലയെന്ന് പറഞ്ഞാൽ ശരിക്കും കല നമ്മുടെ ഒരു മാനസിക ചിന്തയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരു ചിത്രത്തിനൊക്കെ ഒരു കലയുണ്ട്, അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോം ഉണ്ടൊക്കെ. അത് നമ്മൾ സൃഷ്ടിക്കുന്ന, നമ്മളതിന് കൊടുക്കുന്ന വേറൊരു പരിവേഷം കൊണ്ടാണ്. പിന്നെ നമ്മളൊക്കെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു കാര്യം ഈ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊന്ന് സൂചിപ്പിക്കാം. അതെന്താണ്? നാം ആവശ്യപ്പെടുന്നത് നമുക്ക് ലഭിക്കുമെന്ന് നമ്മോട് പറയപ്പെട്ടിരിക്കുന്നു, അല്ലേ? നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നമുക്ക് ലഭിക്കും. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞു പോലെ നമ്മൾ മുട്ടുമ്പോൾ അത് തുറക്കപ്പെടും. അതിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ അന്വേഷിക്കുന്നു നമുക്ക് കണ്ടെത്താനാവും. നമ്മൾ അന്വേഷിക്കുന്നത് നമ്മളെ അന്വേഷിച്ചു വരും. എഗ്രി ചെയ്യുന്നുണ്ടോ സാബു സാറേ ഈ പറഞ്ഞത്? അല്ലേ? തീർച്ചയായും. അപ്പൊ നമ്മൾ എന്ത് കാര്യം, യെസ്, കറക്റ്റ്. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് തീർച്ചയായിട്ടും ആ അന്വേഷണം നമ്മൾ എത്തും. ആ പ്രോസസ്സിൽ കൂടുമ്പോൾ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ചെയ്തിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു പഠിപ്പ് അല്ലെങ്കിൽ ഈ ഒരു പഠിപ്പിക്കൽ നമ്മുടെ എന്താണ് വേണമെങ്കിൽ അതിന് ഒരു മെൻ്റൽ ആക്ടിവിറ്റി എന്ന് പറയാം, കുറച്ച് സ്പിരിച്വാലിറ്റി എന്ന് പറയാം.
അതിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളെ ഒരു പ്രോസസ്സിൽ കൂടെ ഇങ്ങനെ നമ്മൾ പോയെങ്കിൽ മാത്രമേ ശരിക്കും പറഞ്ഞ് ഈ രണ്ട് കാര്യം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് അതിനെ ഈ പ്രയറിനെ അങ്ങനെ നമ്മൾക്കൊരു വ്യാഖ്യാനം വരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്ക് ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ബ്രെഡ് ചോദിച്ചാൽ നമുക്ക് ഒരു കല്ല് ലഭിക്കില്ല. ബ്രെഡ് ചോദിച്ചാൽ ബ്രെഡ് തന്നെ കിട്ടുമല്ലോ. അപ്പോൾ അത് ലഭിക്കണമെങ്കിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മളത് ചോദിക്കണം. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞ പോയിന്റ്. എന്താണ്? എല്ലാം വിശ്വാസമല്ലേ എന്ന് പറയുന്ന പോലെ ഫെയ്ത്ത് ആൻഡ് ബിലീഫ്, ദീസ് ആർ വെരി കോറിലേറ്റഡ്. അപ്പോൾ നമ്മൾ ആ ഫെയ്ത്തോടു കൂടി തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു മനസ്സുണ്ട്, ഒരു ക്യാമറയൊക്കെ ഘടിപ്പിച്ചിരിക്കുന്ന, നമുക്കൊക്കെ അധികം നമ്മളതിലേക്കൊന്നും പോകാത്ത നമ്മുടെ മനസ്സ് പറയുന്നുണ്ട് നമ്മളുടെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും നമ്മൾ അത്ര ആഴത്തിലേക്കൊന്നും ഒരു കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലൊന്നും പോകാറില്ല. ഞാൻ പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിനെ കുറിച്ച് തന്നെയാണ്. ആ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ ഉപയോഗിച്ചാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്ന, നമ്മൾ ശാസ്ത്രങ്ങൾ ഒരുപാട് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ കൊണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻസുലിൻ നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ. ഇൻസുലിൻ കണ്ടുപിടിച്ചതുപോലെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായ ഒരു വലിയ തോട്ട്. വർഷങ്ങളോളം അദ്ദേഹം കാത്തിരുന്നിട്ടും, ഫ്രെഡറിക് എന്ന് പറയുന്ന അദ്ദേഹത്തിന് കാത്തിരുന്നിട്ടും അദ്ദേഹത്തിന് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു ദിവസം ഈ കണ്ടുപിടിക്കാൻ പറ്റാത്ത വിഷമത്തിൽ അദ്ദേഹം അതിനെ അഫർമേഷൻ ചെയ്ത് ഒരു ദിവസം രാത്രി അദ്ദേഹത്തിൻ്റെ വൈഫ് അതിനെക്കുറിച്ച് തന്നെ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്? നമ്മുടെ മനസ്സിൽ ശക്തമായിട്ട് നമ്മളുടെ ആഗ്രഹത്തോടെ, അതാണ് ഡിസയേഴ്സാണ്, പ്രാർത്ഥനയെല്ലാം അത് തന്നെയാണ് അല്ലേ. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന ഒരു ആഗ്രഹം, അത് സാധിക്കാൻ വേണ്ടി അതാണ് ശരിക്കും പറയാ. അത് മാത്രമല്ല പ്രയർ, ശരിക്കും ഡിസയർ അല്ലേ നമ്മളുടെയൊക്കെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും ഒരു നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കാര്യം സാധിക്കാതിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെയിൻ വരണം അല്ലേ. അങ്ങനെയുള്ള പ്രോസസ്സിലൊക്കെ ഈ സ്പിരിച്വാലിറ്റിയിലൊക്കെ ശരിക്കും പോകുന്നൊരു അത്രമാത്രം ദുരിതങ്ങളിലോ പ്രശ്നങ്ങളിലോ ഈ പെയിൻ ജീവിതത്തിലൊക്കെ അനുഭവിക്കുമ്പോഴൊക്കെയാണ് ആ തരത്തിൽ പോകുന്നവരുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഉപബോധ മനസ്സിൽ അതിനൊരു ശക്തിയുണ്ട്. ഓക്കെ, അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചാൽ തിരിച്ചൊരു ഡയറക്ഷൻ ഉണ്ട്. സാധാരണ പറയപ്പെടുന്നത്, സൈക്കോളജിയിലൊക്കെ പറയപ്പെടുന്നതാണ്, നമ്മളുടെ മനസ്സിൽ നിന്ന് ആണ് അത് ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എടുക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ തെറ്റോ ശരിയോ നോക്കാതെ സബ് കോൺഷ്യസ് മൈൻഡ് അക്സെപ്റ്റ് ചെയ്യും. ഇഫ് യു കീപ് ഇറ്റ് പ്രാക്ടീസ് ഇറ്റ് വിൽ ഡിസൈഡ് ദാറ്റ് ദിസ് ഈസ് ദ റൈറ്റ് തിങ് ഈവൻ ദോ ഇറ്റ്സ് എ റോങ് തിങ് അല്ലേ. സൈക്കോളജി അറിയാവുന്നവരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. സാബു സാറിനൊക്കെ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും. അപ്പോൾ ചില കാര്യങ്ങൾ തിരിച്ചും സംഭവിക്കാറുണ്ട്. നമ്മുടെ ഉപബോധ മനസ്സിൽ കാലാകാലങ്ങളായി നമ്മൾ ആഗ്രഹിച്ച, നമ്മൾ അഫർമേഷൻ ചെയ്ത് ദിവസവും ദിനവും രാത്രിയും ഒക്കെ, പ്രത്യേകിച്ചും ഈ അഫർമേഷൻസ് ഒക്കെ കിടക്കുന്നതിന് മുൻപ് നമ്മളൊക്കെ ഒരു സ്റ്റേറ്റിൽ പോകാറുണ്ട്, ഒരു ആലസ്യത്തിൻ്റെ ഉറക്കത്തിൻ്റെ സ്റ്റേറ്റ്, ബീറ്റാ സ്റ്റേറ്റിലൊക്കെ പോകാറുണ്ട്, ആൽഫ സ്റ്റേറ്റിലൊക്കെ പോകാറുണ്ട്, ആൽഫ സ്റ്റേറ്റിൽ പോകാറുണ്ട്. അതുപോലെ തന്നെയാണ് ഉണർന്ന് കഴിയുമ്പോഴും അല്ലേ. ഈ സുഷുപ്തിയിൽ നിന്നൊക്കെ ഉണർന്നു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് നല്ല പവറാണ്. ആലസ്യത്തിലാണെങ്കിൽ അപ്പം പറയണം നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ. ഇതും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഈവൻ NLP ഒക്കെ പഠിക്കുന്നവരൊക്കെ പോലും ഈ അഫർമേഷൻസിനെ കുറിച്ച് പറയുന്നതാണ്. രാത്രി കിടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം വളരെ ആത്മാർത്ഥതയോടുകൂടി, അതിൻ്റെ എല്ലാ ഫീലിങ്സോടുകൂടി ഓക്കെ അത് പറഞ്ഞ് ഒരുപാട് തവണ പറഞ്ഞ് യു ഹാവ് ടു കൺവിൻസ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്, then it will happen. അതും പ്രാർത്ഥനയാണ്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന എന്ത് കാര്യങ്ങളും അഫേം ചെയ്ത് നമ്മളതിനൊരു പരിവേഷം കൊടുത്ത് കളർഫുള്ളാക്കി നമ്മളൊരു ദിവസം അത് സാധിച്ചു എന്നാണ് നമ്മൾ കരുതുന്നത്. യു ഓൾറെഡി റിസീവ്ഡ് ഇറ്റ്. അപ്പോൾ അതൊരു ദിവസം സാധിക്കും. അതാണ് നമ്മൾ തേടുന്ന കാര്യം നമ്മളെ തേടി വരുമെന്ന് അടിയുറച്ച് വിശ്വസിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇതിനകത്ത് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി മറ്റുള്ള നമ്മുടെ എന്താണ് ലോജിക്കൽ തിങ്കിങ്ങോട് കൂടിയൊക്കെ പറയുന്നവർ ഒരു പക്ഷേ പറയും ഇതിനൊക്കെ എവിടെ പ്രൂഫ്, സയൻറ്റിഫിക്കലി ഒക്കെ വേർ ഇസ് ദ പ്രൂഫ് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരു പ്രൂഫും ഇല്ല. ഇതൊക്കെ സത്യമാണ്, പ്രപഞ്ചത്തിൽ നിൽക്കുന്ന സത്യങ്ങളാണ് ഇതെല്ലാം. പ്രൂഫ്
നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു പ്രൂഫും തരാൻ പറ്റത്തില്ല. കാലാകാലങ്ങളായിട്ട് പ്രൂഫ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലോജിക്കലായിട്ട്. ഒന്നിനും ഒരു പ്രൂഫും ഇല്ല. ഇതിനും ഒന്നും ഒരു പ്രൂഫില്ല. പക്ഷേ തെളിവുകളുണ്ട്. അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് അത് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിപ്പുണ്ട്. പല കാര്യത്തിലും എടുത്തോളൂ. എല്ലാ കാര്യത്തിലും ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ ഉപയോഗിച്ച് വർഷങ്ങളായിട്ട് അതിൻ്റെ ഒരു 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 ചരി എന്ന രീതിയിൽ പോയിട്ട് പലരും അത്ഭുതങ്ങൾ ഉള്ള കണ്ടുപിടുത്തങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. സയൻറ്റിസ്റ്റുകൾക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ലാതെ എത്രയോ പേര് ചെയ്യുന്നുണ്ട്. സാധാരണക്കാർ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ആ മെഡിറ്റേറ്റീവ് മൂഡിലിരുന്ന് ഒരുപാട് തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ പറയാം. അതെല്ലാം പ്രാർത്ഥനയാണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശരിക്കും നമ്മുടെ ട്രൂ പ്രയറിന്, സത്യസന്ധമായ ആ, പ്രാർത്ഥനയ്ക്ക് ഒരു ശാസ്ത്രമുണ്ട്, ഒരു കലയുണ്ട്. അപ്പോൾ അത് ആ കലയെന്ന് പറയുമ്പോൾ നമ്മൾ ആ ചോദിക്കുന്ന രീതിയാകാം, അല്ലെങ്കിൽ നമ്മളതിനെ പ്രോസസ്സ് ചെയ്യുന്ന രീതിയാകാം, എന്തും ആകാം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഒരു ചിന്ത പോയിട്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ എല്ലാവരും കൂടെ നമ്മളിവിടെ ഒന്ന് ചർച്ച ചെയ്യുക എന്ന് മാത്രമേ ഞാൻ ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ശരിക്കും ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ശരിക്കും നമ്മുടെ ബ്രെയിനിലെ ഈ പറഞ്ഞ പോലെ ബ്രെയിൻ വേവ്സിനെയൊക്കെ പോലും സ്വാധീനിക്കാമെന്ന് സൈക്കോളജിക്കലി ഒരുപാട് വർഷങ്ങളായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈവൻ എന്തിനു പറയാം, നമ്മുടെ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, റെസിസ്റ്റൻസ് പവർ കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ നേരം നല്ല എന്താണ് ഒരു ഒരു പോയിന്റഡ്നെസ്സോട് കൂടി ഇരുന്ന് ഏകാഗ്രമായിട്ടിരുന്ന് നമ്മൾ എന്താണ് മെഡിറ്റേഷൻ ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ചെയ്തു, മനസ്സിനെ കൂളാക്കി, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ അത് ന്യൂറോ സയൻസ് ആണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പവർ ഉണ്ടെന്ന് എന്തിൽ കൂടെ? പ്രാർത്ഥനയിൽ കൂടെ. അപ്പോൾ ഞാൻ ലോജിക്കലി അതിന് വാദിക്കുന്നവരോട് അതിനെ ഒന്നും എനിക്ക് പറയാനില്ല. ഇത് വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കുള്ള കുറച്ച് കാര്യങ്ങൾ എങ്ങനെ ജീവിതത്തിൽ വരാമെന്നും, അതൊക്കെ ഞാൻ ന്യൂറോ സയൻസ്, അതുപോലെ മനഃശാസ്ത്രം ഉണ്ടല്ലോ ഇതിനകത്ത്. ഒരുപാട് നേട്ടങ്ങൾ മനഃശാസ്ത്രപരമായിട്ട് തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്ത് വളരെ രീതിയിൽ ഇതിനെ എന്താണ് ഈവൻ നമ്മൾ ഹീലിങ്ങിനെ കുറിച്ച് കേൾക്കാറുണ്ട്. എന്താണ് ഹീലിംഗ് ആക്ച്വലി? വളരെ ദൂരെ ഇരുന്ന ഒരാളുടെ ഹീല് ചെയ്യപ്പെടുന്നു, വലിയ വലിയ അസുഖങ്ങൾ മാറ്റുന്നു, എനർജി ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനകത്തൊക്കെ ഒരു സയൻസ് ഉണ്ട് ആക്ച്വലി. അതിനെ ഖണ്ഡിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഇന്നത്തെ ഈ ഒരു സബ്ജക്റ്റിൽ ഇത് ഇതൊരു ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെ നമ്മുടെ കാര്യം കാണാനുള്ള ഒരു 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 ആവശ്യമെന്നോ, അല്ലെ നമ്മുടെ തൻകാര്യം കാണാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച അങ്ങനെ ഒരു ഡെഫിനേഷൻ ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, ഒരു ആവശ്യമല്ല, മറിച്ച് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായിട്ട് കിട്ടും, നമുക്കൊരു സമാധാനം കിട്ടുന്ന കാര്യം ഞാൻ പറയാം, സമൃദ്ധി കിട്ടും, അബണ്ടൻനെസ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്തിട്ട് നമ്മുടെ ഒരു എന്താണ് സൊസൈറ്റിയിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് നമുക്കും അതിനെക്കുറിച്ചൊന്ന് ഒരു നോട്ടം എന്ന് മാത്രമേ ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നുള്ളൂ. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇതായിരുന്നു. ഇന്ന് ഞാൻ ഇത് ചെയ്യാൻ പോകുന്ന ഒരു മെഡിറ്റേറ്റീവ് മൂഡിൽ ആണ് ഈ പ്രോഗ്രാം ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഞാൻ അധികം സംസാരിക്കാൻ പോകുന്നില്ല. എൻ്റെ കയ്യിലൊരു PPT ഉണ്ട്. ഐ വിൽ ബി സൈലൻറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു മെഡിറ്റേഷനും ഇന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നമ്മളെല്ലാവരും കൂടെ ചേർന്ന്. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഇന്ന് 20 പേരെ കാണാറുണ്ട്. എല്ലാവരുടെയും കൂടെ ഒരു സഹകരണത്തോടെ എൻ്റെ ഈ പറഞ്ഞ പ്രസൻറ്റേഷൻ ഞാൻ തീർച്ചയായിട്ടും പ്രസൻറ്റ് ചെയ്യാം ഇൻ എ സൈലൻറ്റ് മോഡ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും കൂടെ അത് വായിക്കാം സൈലൻ്റ്ലി. അത് കഴിഞ്ഞ് എന്തെങ്കിലും അതിനെക്കുറിച്ച് ചോദ്യങ്ങളുണ്ടെങ്കിൽ വിൽ ഡിസ്കസ് ഇൻ കോമൺ. അത് കഴിഞ്ഞ് ഒരു 5-8 മിനിറ്റിലേക്ക് ഈ പറഞ്ഞ സബ്ജക്റ്റിനെ മാത്രം ധ്യാനിച്ചായിരിക്കും നമ്മളിന്ന് ഒരു മെഡിറ്റേഷനിലേക്ക് പോകാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഞാൻ എൻ്റെ ഈ ഒന്ന് ഷെയർ ചെയ്യണോ എനിക്ക്?
ഇനി എല്ലാവരുടെയും ശ്രദ്ധ ഒരടുത്ത 5-8 നിമിഷത്തിലേക്ക് ഇനി വരാൻ പോകുന്ന ഈ മെഡിറ്റേഷനിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഈ മെഡിറ്റേഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ മെഡിറ്റേഷൻ പ്രോസസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജെന്റ്ലി ക്ലോസ് യുവർ ഐസ്. നട്ടെല്ല് നല്ലപോലെ നിവർത്തി നേരെ ഇരുന്ന് നിങ്ങളുടെ ശരീരം ശാന്തമാകാൻ അനുവദിക്കുക. സുഖകരമായ ഒരു അവസ്ഥ. ഇനിയും കുറച്ച് പ്രാവശ്യം ദീർഘശ്വാസം എടുക്കുക. ടേക്ക് എ ഫ്യൂ റിലാക്സിംഗ് ബ്രെത്ത്. ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല, എന്നാൽ ഡീപ്പ് ബ്രെത്ത് ആയിരിക്കണം. ചുറ്റുമുള്ള ശബ്ദങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക. വീടിനുള്ളിൽ നിന്നും പുറത്തു നിന്നുമുള്ള ശബ്ദങ്ങൾ, ക്ലോക്കിൻ്റെ ടിക് ടോക്ക് ശബ്ദം, ഒരുപക്ഷെ പക്ഷികൾ ചിലയ്ക്കുന്ന ശബ്ദം, AC അല്ലെങ്കിൽ ഫാനിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദം, അടുക്കളയിൽ നിന്നുള്ള ശബ്ദം, ആളുകൾ സംസാരിക്കുന്ന ശബ്ദം, വാഹനങ്ങൾ കടന്നു പോകുന്ന ശബ്ദം, എല്ലാം നിങ്ങൾ കേൾക്കുന്നു. എല്ലാം അറിയുമ്പോൾ താങ്കൾ ഒരു വിശ്രമാവസ്ഥയിലേക്ക് നീങ്ങുന്നു. പ്ലീസ് ഒബ്സർവ് യുവർ ബ്രെത്ത്. നിങ്ങളുടെ ശ്വാസനിശ്വാസം നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കാൻ തുടങ്ങട്ടെ. ഇനി നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ഒരു ആഗ്രഹമുണ്ടല്ലോ, ഇപ്പോൾ ആ ആഗ്രഹം മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് സൗമ്യമായി സ്വയം ചോദിക്കുക, ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? ഒരിക്കൽ കൂടി, ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? അതിനെ ഒരു പ്രതീക്ഷയായിട്ടല്ല, മറിച്ച് അതൊരു സത്യമായി സംഭവിക്കുന്നതായി ദൃശ്യവൽക്കരിക്കുക. വിഷ്വലൈസ് ചെയ്യുക. അതിൻ്റെ പൂർണ്ണതയിലേക്ക്, അതിൻ്റെ സ്വാധീനം, സൗന്ദര്യം എന്നിവയൊക്കെ കൈവരിച്ചതായി സങ്കല്പിക്കുക. സന്തോഷം അനുഭവിക്കുക. നിങ്ങളുടെ ആന്തരിക ലോകത്ത് അതെന്നേക്കുമായി നിലനിൽക്കുന്നതായി കരുതി സന്തുഷ്ടവാനാകും. മനസ്സിൽ നിറയെ കൃതജ്ഞത പൂക്കട്ടെ. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് ഇപ്പോൾ നിറവേറിയിരിക്കുന്നു. ഇതിനകം അത് നിങ്ങളുടേതാണെന്ന മട്ടിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുമായ പ്രിയപ്പെട്ടവരുമായി ഈ സന്തോഷ നിമിഷങ്ങൾ പങ്കിടുന്നത് വളരെ കളർഫുള്ളായി വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് എല്ലാറ്റിനും ഉള്ളിൽ ഒരു നന്ദി പറയുക. ഈ നിമിഷം പൂർത്തിയായിരിക്കുന്നു. വീണ്ടും മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക്, വളരെ ആഴങ്ങളിലേക്ക്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ആ നിശബ്ദതയിലേക്ക് ലയിച്ച് ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നിങ്ങൾ ഇവിടെ തന്നെ വിശ്രമിക്കുക. നിങ്ങൾ തന്നെ ആ പ്രാർത്ഥനയായി മാറുന്നത് അറിയുന്നു. നിശബ്ദനും ശക്തനും ആയിത്തീരുന്നു. ഒരുതരം ശാന്തിയും സമാധാനവും
വളരെ സന്തോഷവും കിട്ടും. കുറച്ചു നേരം അതേ രീതിയിൽ തുടരുക. ഇനി 3 പ്രാവശ്യം ദീർഘശ്വാസമെടുത്ത് വിടുക. റിലാക്സ് യുവർ ഹോൾ ബോഡി. വെരി ഗുഡ്. പ്രപഞ്ചവുമായി യോജിച്ച ഒരു ഹൃദയവികാരത്തോടെ നിങ്ങളുടെ സാധാരണ നിലയിലേക്ക് മടങ്ങി വരിക. ജീവിതത്തിലെ ഒരു ആഗ്രഹം നിറവേറിയ സന്തോഷത്തോടെ തിരികെ വരിക. പുതിയ ഒരു അനുഭവത്തിലേക്കാണ് കടന്നു വരുന്നത്. ഇനി സാധാരണ രീതിയിൽ ശ്വാസം എടുത്തു വിടുക. ശ്വസിക്കുമ്പോൾ തണുത്ത ജീവൻ നൽകുന്ന വായു ഉള്ളിലേക്ക് പോകുന്നതും ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്കും മസിലുകളിലേക്കും പ്രവേശിക്കുന്നതും അറിയുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എല്ലാവിധ ഉത്കണ്ഠ ജനിപ്പിക്കുന്ന ചിന്തകളും ചൂടുള്ള വായുവായി പുറത്തോട്ട് പോകുന്നത് തിരിച്ചറിയുക. ഫീലിംഗ് കാം ആൻഡ് സൈലന്റ് ഇൻസൈഡ്. മനസ്സ് തയ്യാറാകുമ്പോൾ 1 മുതൽ 5 വരെ എണ്ണുമ്പോൾ ബോധമനസ്സിലേക്ക് തിരികെ വരുമ്പോൾ യു കം ടു എ ന്യൂ സ്റ്റേറ്റ്. ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളുടെ കണ്ണുകൾ സാവധാനം തുറക്കുക. 1 കമ്മിങ് ബാക്ക്, 2 ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ, 3 ഫീലിംഗ് എ ഗ്രാറ്റിറ്റ്യൂഡ്, 4 2 കൈകളും കൂട്ടിത്തിരുമി ഉള്ളം കൈയിലെ ചൂട് അനുഭവപ്പെടുന്ന സമയത്ത്, 5 മുഖം പൊത്തിവെച്ച് ശരീരത്തിൻ്റെ ഓരോ ഭാഗവും തടവിക്കൊണ്ട്. വീഡിയോയിൽ വരാൻ പറ്റുന്നവർക്ക് വീഡിയോയിൽ വരാം. എല്ലാവരോടും ഒരു നല്ല നമസ്തേ പറയുക. താങ്ക് യു. ഇന്ന് ഒരു ഇൻവിറ്റേഷനും ഇല്ല. ഒരു സൈലൻസ് കഴിഞ്ഞിട്ട് ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം. യെസ്, നമസ്കാരം മനോജ്. നമസ്കാരം. എൻ്റെ പേര് തങ്കപ്പൻ, VK തങ്കപ്പൻ, മുംബൈയിൽ നിന്നാണ്. കുറേയേറെ നാളുകളായിട്ട് ഇങ്ങനെ എന്തുവാ ഒരു ത്വരയുണ്ടായിരുന്നു മനോജിനെ കാണാനും ഈ ഇതുപോലത്തുള്ള ഒരു വേദിയിൽ അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാനും. അപ്പോഴാണ് ഇന്ന് കാഷ്വലായിട്ട് ഇവിടെ ഭയങ്കര മുംബൈ നല്ല മഴയായിരുന്നു. വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോഴും പെട്ടെന്ന് എനിക്ക് വാട്സപ്പ് കണ്ട് ഞാനത് കണ്ടു. അപ്പം ഈ സമയം നല്ലതായിട്ട് തോന്നി, അതൊരു നല്ല വഴിത്തിരിവായിട്ട് തോന്നി. അപ്പം ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ 2 മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോഴത്തേനും ഒരു വല്ലാത്തൊരു ഫീലിംഗ്, ഒരു നല്ലൊരു സംതൃപ്തി പോലെ തോന്നി. അപ്പം ഈ പ്രേയറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ 1-2 കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യാൻ സമ്മതിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതായത് ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ അത് കാരണം ഈ പ്രേയറിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഈ എന്തുവാ എക്സ്ട്രാ മൂരൽ കുറേ സബ്ജക്റ്റിനെ പറ്റി കൂടെ ഇഷ്ടമുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് പ്രേയറ്, അല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഫോഴ്സസ്, ഇതൊക്കെ എന്നാണെന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരുപടി ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേനാണ് ഈ കെമിസ്ട്രിക്കകത്തൊരു കാര്യമുണ്ട്, അയണൈസേഷൻ എന്ന് പറഞ്ഞൊരു ഒരു പ്രതിഭാസമുണ്ട്. അപ്പോൾ അതായത് പെട്ടെന്ന് ഈ ചാർജ് ചെയ്തിരിക്കുന്ന അയണൈസേഷൻ നടക്കുമ്പോഴത്തേനും എല്ലാ അണുക്കളും അല്ലെങ്കിൽ മോളിക്യൂളും ചാർജ് ആകും. അപ്പോൾ ചാർജ് ആകുമ്പോഴത്തേനും ഇറ്റ് വിൽ ഗോ ടു ദ ഈക്വിലിബ്രിയം സ്റ്റേറ്റ്. അതൊരു ഇനർഷ്യയിലേക്ക് പോകും. ആ ഇനർഷ്യയിലായിട്ടാണ് ഇപ്പം ഞാനിപ്പം ഈ മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോഴത്തേനും എത്തിയത്. പക്ഷെ ചിലപ്പോഴത്തേനും ഒരു ആങ്കർ വരുമ്പോഴത്തേനും ഈ പ്രെയർ ചെയ്യുമ്പോഴത്തേനും, ആങ്കർ ഓൾസോ ഈസ് എ ശാപം എന്ന് പറയുന്നത് ഒരു പ്രെയർ തന്നെയാണ്. പിന്നെ ആശീർവാദം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രെയർ തന്നെയാണ്. കാരണം നമ്മൾ അമ്പലത്തിൽ ചെന്ന് മണി അടിക്കുമ്പോഴത്തേനും അതെന്തിനാണെന്ന് ചോദിക്കുമ്പോഴത്തേനും അതിൻ്റെ അകത്തുനിന്ന് ഒരു റിസണൻസോ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻസോ മുന്നോട്ട് പോയിട്ട് ചില അണുക്കളെ കൊല്ലുക എന്ന് ചിലപ്പോൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ
നമ്മൾ ഈ പ്രെയർ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ അകത്തെ ഈ അയൺസിൻ്റെയോ അല്ലെങ്കിൽ എലമെൻസിൻ്റെയോ ഒരു കൂട്ടായ്മ ഒരു പർട്ടിക്കുലർ രീതി വരുമ്പോഴത്തേനും ഇറ്റ് റേഡിയേറ്റ്സ് സം കൈൻഡ് ഓഫ് ഫോഴ്സസ്. ചിലപ്പോൾ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടിയിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേനും രണ്ടുപേരും ഒരേ സമയത്ത് പുറകോട്ട് തിരിഞ്ഞ് നോക്കാറുണ്ട്. ആ ദാറ്റ് പർട്ടിക്കുലർ അയണൈസ്ഡ് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ചാർജ് ഒരു ഫോഴ്സ് രണ്ടുപേരും ഒരേ സമയത്ത് ഹിറ്റ് ചെയ്യും. നമ്മൾ ആഗ്രഹിക്കും ഒന്ന് തിരിഞ്ഞ് നോക്കണം, കാണണം. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ മറ്റേയാളുടെ മനസ്സിൽ ഹിറ്റ് ചെയ്യും. അപ്പോൾ ഈ പ്രാർത്ഥന ചെയ്യുമ്പോഴത്തേനും ഇതുപോലത്തെ ഒരു ചെറിയ കാര്യമാണ് നടക്കുന്നത്. ഐ തിങ്ക് മനോജ് അത് സമ്മതിക്കുമെന്ന് തോന്നുന്നു. കറക്റ്റ്. പിന്നെ ഈ തീർച്ചയായിട്ടും. പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഇത് പറഞ്ഞ പോലെ പ്രധാനമായിട്ട് സാധാരണഗതിയിൽ 5 തരത്തിലുള്ള ഒരു ഘടകങ്ങളാണ് ഉള്ളത്. 1, നമ്മൾ കൺഫെഷൻ ചെയ്യും. 2, നമ്മളൊരു പെറ്റീഷൻ ചെയ്യും, ആവലാതി കൊടുക്കും. കൺഫെഷൻ എന്ന് പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്ന് ആവർത്തിച്ച് പറയുക. പിന്നെ ഒരു പെറ്റീഷൻ കൊടുക്കും, അതായത് ദൈവത്തിന് ഒരു ആവലാതി ഇത് പറഞ്ഞു കൊടുക്കും, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ആണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ ഒരു വേറൊരു സ്റ്റേറ്റാണ് നമ്മൾ ഒരു എന്തുവാ പറയണേ, ഇൻ്റർമിഷൻ. നമ്മൾ ഈ ആവലാതി പഠിഞ്ഞതിന് ശേഷം നമ്മളൊരു വേറെ ആൾക്കാർക്ക് ഒരു പ്രാർത്ഥനയിലേക്ക് പോകും. അതിന് മുമ്പ് അതിന് ശേഷം വീണ്ടും ഒരു കംപ്ലീറ്റ് നമുക്ക് വേണ്ടി മാത്രം ഒന്ന് സംസാരിച്ചാൽ മാത്രം പോരാ. അപ്പോൾ അത് വേറെ ആൾക്കും കൂടെ വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥന കംപ്ലീറ്റ് ആവുള്ളൂ. എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനൊരു സെൽഫിഷ് ആയി പോകും. അപ്പോൾ ഒരു ഇൻ്റർമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനോജിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ വേറെ ഒരാൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിനോട് ഒരു മീഡിയേറ്ററായിട്ട് അദ്ദേഹത്തിനും കൂടി നന്ദി കൊടുക്കണേ. അപ്പോൾ അങ്ങനെയും കൂടി ഒരു പോർഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ പ്രാർത്ഥനയുടെ ഒരു കാര്യം കഴിഞ്ഞിരിക്കും. പിന്നെ അടുത്തൊരു സ്റ്റേജാണ് താങ്ക്സ് ഗിവിങ്. ദൈവത്തിനൊരു താങ്ക്സ് ഗിവിങ് കൊടുക്കാറുണ്ട്. ആൻഡ് ലാസ്റ്റിലാണ് നമ്മൾ ദൈവത്തിന് പ്രൈസ് ചെയ്യണത്. അപ്പം ഇങ്ങനെ 5 ഘടകങ്ങളിൽ കൂടി കഴിഞ്ഞു പോകുമ്പോഴത്തേനും അങ്ങനത്തെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോസസ്സിൽ കൂടി കഴിയുമ്പോഴത്തേനും ഒരു പ്രാർത്ഥന കംപ്ലീറ്റ് ആവുന്നു. ആ കംപ്ലീറ്റ് ചെയ്യുന്ന ആ പ്രാർത്ഥനയിൽ പലതരത്തിലുള്ള അയണൈസേഷനുകൾ നടന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അണുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഫോഴ്സ് കൊണ്ട് ആശീർവദിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ അതിന് ഒരുപിടി സമയം ചിലപ്പോൾ എടുത്തുനിന്നിരിക്കാം. പക്ഷെ ശക്തമായിട്ട് ശപിക്കുന്ന ആളോ അല്ലെങ്കിൽ കോപം എടുക്കുന്ന ആളോ അയണൈസ്ഡ് ആയിട്ടായിരിക്കുന്ന ആറ്റംസ് എല്ലാം ഇരിക്കണം. അപ്പോൾ അതിൻ്റെ ശക്തി പെട്ടെന്നായിരിക്കും. അത് ചിലപ്പം പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ കണ്ടെന്നിരിക്കും. പക്ഷെ ആശീർവദിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ കുറച്ച് പതിയായിട്ടാണ് വരുന്നത്. അതാണ് അദ്ദേഹം പറഞ്ഞ പോലെ മുട്ടുവിൻ തുറക്കപ്പെടും. അത് ഇന്നല്ല നാളെ ഒരു വേറൊരു രൂപത്തിൽ നമുക്ക് കാണും. സോ ഐ റിയലി ഞാൻ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇതുപോലത്തെ ഒരു ആശംസ, ഇങ്ങനെ ഒരു ആശയം മണ്ണിൽ വരികയും അത് നമ്മളിൽ കൂടിയിലോട്ട് ഉത്തേജിപ്പിക്കാനായിട്ടുള്ള താല്പര്യം കാണിക്കാനായിട്ടുള്ള ഒരു ഉത്സാഹം കാണിക്കുകയും ചെയ്ത മഹാനായ മനോജിന് നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു ചേട്ടാ. തങ്കപ്പച്ചേട്ടൻ എൻ്റെ കസിനാണ്, ബോംബെയിലാണ്. അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് ബോംബെയിൽ സ്ഥിരതാമസം, ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എൻ്റെ കസിനാണ്. താങ്ക് യു വെരി മച്ച്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിനെ വിളിക്കാറുണ്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ വരാൻ വേണ്ടി. തിരക്കാരനൊക്കെ ബോംബെയിലെ ജീവിതമല്ല. അപ്പോൾ ഇന്ന് വന്നതിന് പ്രത്യേകം നന്ദി. പിന്നെ രസതന്ത്രപരമായ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിന് ആഡ് ചെയ്തതിന് വേറൊരു പ്രത്യേക നന്ദി ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേരിൽ. അത് നമ്മൾ കസിൻസ് എന്നുള്ള പേരിലല്ല, ഈ എന്താണ് വിങ്സ് ഓഫ് ലൈഫ് നമ്മുടെ വെബിനാറിൻ്റെ ഡെയിലി വെബിനാറിൻ്റെ ഈ പ്ലാറ്റ്ഫോമിലുള്ള ഒരു നന്ദി അറിയിക്കുന്നു. താങ്ക് യു ചേട്ടാ. അടുത്ത ആരാണ്? അബു സാറിന് തീർച്ചയായിട്ടും എൻ്റെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിനും തീർച്ചയായിട്ടും ഇതുപോലെ വരാൻ തന്നതിലും വളരെ നന്ദി. എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ കണ്ടുമുട്ടാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നുകൊണ്ടിരിക്കുന്ന ദൈവം അദ്ദേഹത്തെ ആരോഗ്യം കൊണ്ട് നല്ല ആശീർവാദം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. സാബു സാർ ഇത് കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ. ഒരു സംശയം ചോദിക്കട്ടെ? ഹലോ സാർ, കേക്കാവോ? കേൾക്കാം. ഇൻസുലിന്റെ കാര്യം എന്തോ സാറ് പറഞ്ഞു? അല്ല, ഇൻസുലിൻ്റെ കാര്യം ഈ 1921 ശരിക്കും അത് ഇൻസുലിനായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇൻസുലിനായിട്ട് ഇതിന് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ആ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫിയിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതെങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് ഉള്ളതിനെക്കുറിച്ച് അത് 2 പേരാണ് ഈ റിസർച്ച് ചെയ്ത് അവസാനം ഇദ്ദേഹത്തിന് ഇതൊരു ഡ്രീം സ്റ്റേറ്റിൽ നിന്നാണ് ഇതിൻ്റെ ഇത് ഈക്കോളിയിൽ നിന്നാണ് ഇത് കണ്ടുപിടിച്ചത്. ബാക്ടീരിയൽ പ്രോസസ്സിൽ കൂടാണ് ശരിക്കും പറഞ്ഞ ഇൻസുലിൻ കണ്ടുപിടിച്ചത്.
വളരെ നീണ്ട 1921 ശേഷമാണ് ഈ ഇൻസുലിൻ പോലും സാധാരണ ജനങ്ങൾക്ക് ഇത്ര ചീപ്പായിട്ടൊക്കെ കിട്ടിത്തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് എഴുതിയ ഒരു ബയോഗ്രഫിയിൽ ഇത് കണ്ടുപിടിച്ച് അദ്ദേഹം ഈ ദിവസവും ഇതിനെക്കുറിച്ചുള്ള അഫർമേഷൻസ് കൊടുത്തിരുന്നു. പലപ്പോഴും അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ഓക്കെ, അതിൻ്റെ ലാസ്റ്റ് ഫോർമുലയിൽ അദ്ദേഹം എത്താൻ ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം ഞെട്ടി ഉണർന്നിട്ട് അതിൻ്റെ ഫോർമുലയുമായിട്ടാണ് വന്നത്. അതിനെക്കുറിച്ച് പിന്നെ നീണ്ട പഠനങ്ങളൊക്കെ നടത്തി 1922 ഇദ്ദേഹത്തിന് ഇതിന് എന്താണ് ഡോക്ടർ ഫ്രെഡറിക് ബാൻഡിങ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. 1922 ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി. ഇദ്ദേഹം ചെയ്ത വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഈ പഠനങ്ങളും ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നോബൽ പ്രൈസ് കിട്ടിയപ്പോൾ ആ സ്റ്റുഡൻറ്റിനും ആ പ്രൈസ് വീതം വെച്ചു എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സുണ്ടായിരുന്നു. അതാണ് ഞാൻ അതിനെക്കുറിച്ച് നീണ്ട പഠനം നടത്തിയിട്ടില്ല എങ്കിലും ഇൻസുലിൻ ഉണ്ടായത് അങ്ങനെയാണ്. അതായത് ഡോക്ടർ ഫ്രെഡറിക് ബാൻഡിങ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ ഇതേക്കുറിച്ച് നെറ്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഈ ഒരു ഇത് സംഭവമല്ല, ഇത് എന്താണ്, ഇത് നടന്ന കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും പല ഇൻറ്റ്യൂഷൻസൊക്കെയും ഉണ്ടാകുന്നത് നിരന്തരമായ എന്താണ് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനം തന്നെയാണ്. അത് പ്രാർത്ഥനയെന്ന് പറഞ്ഞോളൂ. അദ്ദേഹം ഇതിനെ ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് എന്നൊക്കെയും വിളിക്കുന്നവരുണ്ട്. അദ്ദേഹം അങ്ങനെയായിരുന്നു വിളിക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ശരിയാണെന്ന് നമ്മൾ തോന്നുന്ന കാര്യം നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ കൂടെ നമ്മൾ അതിനകത്ത് വിജയം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രപഞ്ചത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഏതോ ഒരു ശക്തിയിൽ കൂടി കിട്ടിയ കാര്യം കൊണ്ടാണ് അത് സാധിക്കുന്നതെന്ന് സയൻറ്റിസ്റ്റുകളുടെ ഇടയിൽ പോലും നമുക്കറിയാമല്ലോ. എല്ലാ കണ്ടുപിടുത്തങ്ങളും ഇങ്ങനെയൊക്കെയായിരുന്നു. സയൻറ്റിസ്റ്റുകളുടെ ഇടയിൽ പോലും ധാരാളം ഈ വിശ്വാസങ്ങളൊക്കെ സബ് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധിക്കാത്ത കാര്യമില്ല. അത് പ്രാർത്ഥനയിൽ അതിൽ വേണമെങ്കിൽ പറയാം. അതാണല്ലോ നമ്മളെല്ലാവരും കൂടിയിരിക്കുന്ന ആ അപൂർവ ശക്തി. അതിനെ ഈശ്വര തുല്യമാണ് നമ്മൾ. യെസ്, പിന്നെ ബെൻസിന്റെ കാര്യം അങ്ങനെ പറയല്ല സാറേ. ബെൻസിന്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കുമ്പോ ആലോചിച്ചിരുന്നപ്പോ പാമ്പിനെ വിഴുങ്ങുന്ന സ്വപ്നം കണ്ട് പാമ്പിന്റെ വാല് പാമ്പ് യെസ്, അത് ബെൻസിൻ സർക്കിൾ ആയതും അങ്ങനെയാണ്. മാഡം ഇതിനെക്കുറിച്ച് പഠിച്ചിരിക്കുന്നു. യെസ്, അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള പ്രോസസ്സുകളിൽ കൂടിയും പല കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുണ്ടെന്നുണ്ട്. ഇപ്പോൾ സ്നേഹലത മാം പറഞ്ഞതും കറക്റ്റാണ്. ബെൻസിൻ സൈക്കിളൊക്കെ അങ്ങനെയാണ്. അത് വളരെ വർഷങ്ങൾ ഇത് രണ്ടും കൂടെ ഈ ബെൻസിനെ അങ്ങനെ ഒരു സർക്കിളാക്കാൻ പറ്റത്തില്ലായിരുന്നു. അവസാനം കണ്ടുപിടിച്ചു. അപ്പോൾ ഓരോ മനുഷ്യരുടെയും ഒരു പ്രയത്നമാണ് അതിൻ്റെ പുറകിലുള്ളത്, അല്ലേ? നമ്മൾ അവസാനം നമ്മൾ ആഗ്രഹിച്ചത് എന്താണോ അത് നേടിയെടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അത് എന്താണ് നമ്മൾ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ തന്നെ ഒരു കാര്യം അന്വേഷിക്കാൻ പോയി ആ കാര്യം നമ്മളിൽ എത്തിച്ചേർന്നു. അതുമാത്രമേ ഞാൻ ഈ ഒരു പ്രസൻറ്റേഷനിൽ മെയിനായിട്ട് ഉദ്ദേശിച്ചുള്ളൂ. സ്പിരിച്വലായിട്ടുള്ള ഒരുപാട് ആസ്പെക്ട്സിലൂടെ തങ്കപ്പച്ചനടക്കം ഉള്ളവരൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ആയിരിക്കും തീർച്ചയായിട്ടും. അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അത് ഞാൻ എൻ്റെ ഒരു നിഗമനത്തിൽ കൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഒരു മെഡിറ്റേഷൻ പ്രോസസ്സിൽ കൂടെ പോയി ഞാൻ തന്നെ മെഡിറ്റേറ്റ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു അവബോധം ഇനിയുണ്ട്. ഒരുപാട് ഇതിനെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇത് തീർന്നു എന്ന് ഞാൻ കരുതുന്നുമില്ല തീർച്ചയായിട്ടും. അപ്പോൾ പ്രയറിന്, ട്രൂ പ്രയറിന് അതിൻ്റേതായിട്ടുള്ള എന്താണ് റിയലൈസേഷൻ ഉണ്ട്. അതറിയേണ്ടത് നമ്മൾ തന്നെയാണ് എന്ന് മാത്രമേ ഇപ്പം ഞാൻ ഈ ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സർ. താങ്ക് യു. അപ്പോൾ അടുത്ത ആരാണ് പറയുന്നത്? പ്രത്യേകിച്ച് ഇതിനകത്ത് ഇന്ന് ഇൻവൈറ്റ് ചെയ്യുന്നില്ല, ആർക്കും പറയാം. ഞാൻ സൈലന്റ് ആയിരിക്കണമെന്ന് തന്നെ വിചാരിച്ചാണ്. പക്ഷേ ഇടയ്ക്ക് ചോദ്യങ്ങൾ വന്നതുകൊണ്ടും പ്രതികരിക്കേണ്ടതുകൊണ്ടും പ്രതികരിച്ചാണ്. മനോജ് സാർ, വളരെ നല്ലൊരു ഇതായിരുന്നു. ഒരു ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്ത് ഫീൽ ചെയ്ത് അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്ത ഒരു ക്ലാസ് ആയിരുന്നു. അതൊക്കെ ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷനും ഇതൊക്കെ പണ്ടേ ചെയ്തിട്ടുള്ളതും ചെയ്യുന്നതും അത് വർഷങ്ങളായിട്ട് 10-40 കൊല്ലമായിട്ട് അവരുള്ളതാണ്. അതിൻ്റെ ഒരു
ആവർത്തനവും എന്താ പറയുക വീണ്ടും റീബൈൻഡിങ് എന്നുണ്ടായി. ആ മ്യൂസിക് വളരെ എഫക്റ്റീവ് ആയിരുന്നു സാർ. അത് മാത്രമായിട്ട് എടുത്ത് വിട്ടു തരാണെങ്കിൽ നമുക്ക് രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒന്ന് അത് കേട്ട് കിടന്നുറങ്ങണമെങ്കിൽ വളരെ പീസ് ഓഫ് ഒരു മൈൻഡ് ഉണ്ടാവും, നല്ലൊരു ഡീപ്പ് സ്ലീപ്പും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് കുറച്ചല്ല, ഒരു 15 മിനിറ്റോ 15 മിനിറ്റ് എങ്കിലും ആ ഒരു മ്യൂസിക്, ആ വയലിൻ്റെ അല്ലേ, വയലിൻ മ്യൂസിക് അല്ലേ സാറേ, വയലിൻ പ്ലസ് അല്ലേ, ഓടക്കുഴലാണോ? അത് അവിടെ ഇട്ട് അല്ല സാർ, ഫ്ലൂട്ട് ഫ്ലൂട്ട് വയലില്ല ഫ്ലൂട്ട് ഓടക്കുഴൽ, അതാ പറയുന്നത്, മറപ്പ് ഫ്ലൂട്ട് ആ പുല്ലാങ്കുഴൽ, അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ പുല്ലാങ്കുഴൽ. ഓക്കെ, അത് വളരെ എല്ലാ ഇൻസ്ട്രുമെന്റ്സിനെക്കാളും വളരെ ഇതായിട്ട് ഇംപ്രസ് ചെയ്യുന്ന ഒരു ഇതാണ് പുല്ലാങ്കുഴൽ. അതിന് ദൈവികതയുണ്ട്, ശ്രീകൃഷ്ണന്റെയും മറ്റൊക്കെ ഉള്ള ഒരു പുല്ലാങ്കുഴൽ ഉള്ളതല്ലേ. അതിന്റെ ഒരു കഥയിലും അത് വരുന്നുണ്ടായിരുന്നു. ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്തു തരാം സാറേ. ഓക്കെ, ശരി സാർ, താങ്ക് യു സാർ. നല്ലൊരു സെഷനായിരുന്നു. സാറിന് ഞാനത് ഷെയർ ചെയ്തു തരാം. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് സാറിന്റെ ഒരു ക്ലാസ്സിൽ കയറാൻ സാധിച്ചത്. അത് വൈകിട്ട് 6:45 സാർ ഇത് ആ ലിങ്ക് കണ്ടത്. എന്നിട്ട് പെട്ടെന്ന് ഞാനും ഉണ്ടായിരുന്നു, വൈഫും ഉണ്ടായിരുന്നു. വളരെ ഇംപ്രസീവ് ആയിരുന്നു. വളരെയധികം അഭിനന്ദനങ്ങളുണ്ട്. വീണ്ടും ഇതുപോലുള്ള ക്ലാസ് ആയിട്ട് വരിക. ഓക്കെ. ആക്ച്വലി മനോജ് ആ ഓടക്കുഴൽ എടുത്ത് വളരെ ഒരു ശരിയായിട്ടുള്ള ഒരു മെഡിറ്റേറ്റീവ് പ്രോസസ്സാണ്. എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സെലക്ഷൻ യു ഹവ് ഡൺ. എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ വായുവിനെ അത് ത്രോട്ടിൽഡ് ചെയ്ത് വരുമ്പോഴത്തേൻ്റെ അതിൻ്റെ ഒരു ഇഫക്റ്റ് അദ്ദേഹം പറഞ്ഞ പോലെ കിടക്കാൻ കേൾക്കുമ്പോഴത്തേനൊക്കെ ഉണ്ട് ഒരു സൂതനിങ് എഫക്റ്റ് ഉണ്ട്. അത് നമ്മളെ പെട്ടെന്ന് ഹിറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഇഫക്റ്റീവ് ആയിരിക്കും അത്. അപ്പോൾ സോ യുവർ സെലക്ഷൻ ഓഫ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ വൺ, ദാറ്റ് ഫ്ലൂട്ട്, അത് എപ്പോഴും മെഡിറ്റേഷൻ അത് യൂസ് ചെയ്തത് അതൊരു തികച്ചും നന്നായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. താങ്ക് യു ഫോർ ദാറ്റ് സെലക്ഷൻ. യു ആർ വെരി അപ്രോപ്രിയേറ്റ്. സാറിന്റെ മെഡിറ്റേഷന് ഹിപ്നോട്ടിസമായിട്ട് കുറച്ച് ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ അഫർമേഷനും പിന്നെ ഇതിന്റെ പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെടുത്തിയത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. നല്ല കാര്യം, നന്നായിട്ടുണ്ട്, നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, നമസ്കാരം. മനോജ് അഫർമേഷൻ എന്ന് പറഞ്ഞപ്പോഴത്തേന് ഒരു കാര്യം ഓർക്കുമായിരുന്നു. അതായത് ഒരു റൈറ്റർ ഉണ്ട്, റോൺഡ ബൈറൺ. അവരുടെ ഒരു കാര്യം പറയുന്നത്, വെനെവർ വി തിങ്ക് സംതിങ് ദ ഹോൾ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ ഫോർ ദാറ്റ് വൺ. അപ്പോൾ അഫർമേഷൻ ആ വേർഡും ആ യൂസ് ചെയ്ത വേർഡും ഈ മെഡിറ്റേഷൻ്റെ അകത്ത് വന്നത്, അതും യുവർ സെലക്ടഡ് വേർഡ്സ്, ദാറ്റ് വാസ് ഓൾസോ അതും വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് തന്നെയായിരുന്നു. താങ്ക് യു ചേട്ടാ. ഓക്കെ, അടുത്ത ആരാണ്? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോ പറഞ്ഞതുപോലെ നമുക്ക് നമ്മളെ ഒരു ഭക്തിയിലേക്ക്, നമുക്ക് ഭക്തി ഉണ്ട്, ആൾറെഡി ഉണ്ട്. പക്ഷെ ആ ഭക്തിക്ക് ഒരു പൂർണ്ണത ഇല്ലെന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചത് പോരാ, അല്ലെങ്കിൽ എനിക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ സാറ് പറയുന്ന ഈ മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളെ മനസ്സിനെ ഉറപ്പിക്കുകയാണ്. ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും പൂർണ്ണമാണ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ സാറിന്റെ ക്ലാസ്സിലൂടെ എങ്ങനെയാണ് അതൊന്ന് പറഞ്ഞു തരാൻ പറ്റുന്നത്? എനിക്ക് തോന്നുന്നു പിന്നെ ഇത് പോയല്ലേ സാറിന്റെ ഇതുമായിട്ടുള്ള കൺസെപ്റ്റ്. മനോജ് കുമാർ സർ, ടീച്ചർ ഒരു ഡൗട്ടാണ് ചോദിച്ചത്. സാർ അവൈലബിൾ ആണോ? സാറിന് എന്തോ നെറ്റ് പ്രോബ്ലം വന്നിട്ടുണ്ട്. ഓ, സ്റ്റക്ക് ആയിട്ടുണ്ടല്ലേ? ഓക്കെ. അതെ. അത് നമുക്ക് ഗോപകുമാർ സാറുണ്ട്, സാറിനോട് ചോദിക്കാം. അത് റെക്കോർഡ് കണ്ടിട്ട് സാറിനോട് സംശയം ഉണ്ടെങ്കിൽ സാറിന് വിളിച്ച് ചോദിച്ചാൽ മതിയാവും. റെക്കോർഡ് ആദ്യം കാണാം, ഒന്നുകൂടെ കാണാം. അനിൽകുമാർ സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാം. നമുക്ക് അടുത്ത അമർജ്യോതി മാം. പറയട്ടെ. അനിൽകുമാർ സാർ. അനിൽകുമാർ സാർ, അതായത്
നമുക്ക് ഒരു ജീവിതത്തിൽ ഞാൻ അതിലേക്കാണ്. സാറിന് നല്ല ക്ലാസ്സാണ്. ഞാൻ ചെയ്യുന്ന എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും വിഷമമോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ സംഗതി നമ്മുടെ പ്രപഞ്ച ശക്തിയോട്, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോട് നമ്മൾ അങ്ങോട്ടൊരു യാചന ചെയ്യുമ്പോൾ അത് നടപ്പിലാക്കി തരും, അത് സഫലീകൃതമാകും എന്നൊരു ഉറച്ച വിശ്വാസം നമുക്ക് അതുവഴി ഉണ്ടാകുമ്പോൾ അത് യാഥാർത്ഥ്യമാകും. നമ്മളിപ്പോൾ സൈക്കോളജിയിലൊക്കെ പറയുന്ന പോലെ ഈ അഫർമേഷനും വിഷ്വലൈസേഷനും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിത് മനസ്സിൽ കാണുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ആരോഗ്യവാനായി തീരുന്നു. അതിനുവേണ്ടി നമ്മൾ നിത്യേന സാറിവിടെ പറഞ്ഞു വെച്ച പോലെ തന്നെ നമ്മളിങ്ങനെ ഉരുവിട്ട് കഴിയുമ്പോൾ അത് യാഥാർത്ഥ്യമായി തീരുന്നു എന്ന് നമ്മുടെ സയൻസും പറയുന്നുണ്ട്. കാരണം ഇതൊക്കെ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. നമുക്ക് ബിലീഫ് വേണം. ബിലീഫും അത് ശുഭാപ്തി വിശ്വാസം, അത് നടപ്പിലാക്കി കിട്ടും എന്നുള്ള ആ ഉറച്ച വിശ്വാസം നമ്മളത് ഫോക്കസ് ചെയ്ത് നമ്മളത് ചെയ്യുമ്പോൾ നമുക്കത് യാഥാർത്ഥ്യമായി തീരും. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലായി കിട്ടും എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ സാരവും ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് മനസ്സിന് ഒരു സ്വസ്ഥത തരും. അതുപോലെ തന്നെ അതായത് നമ്മൾ ഹയർ പവറായിട്ട് നമ്മളത് അലൈനാകുക, അതാണ് ചിന്തിക്കുന്നത്. നമ്മളിപ്പം നമ്മുടെ ലോ ഓഫ് ഇത് പറഞ്ഞു കേട്ടാൽ ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണെങ്കിൽ നമ്മൾ എന്ത് ചോദിക്കുന്നു അത് പ്രകൃതി നമുക്ക് വേണ്ടത് നടപ്പിലാക്കി തരിക എന്നുള്ളത്, നമ്മുടെ എന്താണെന്ന് അറിഞ്ഞ് വേണ്ട വിധത്തിൽ ചെയ്യുക എന്ന് പറയാൻ നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവം അത് ശരിയാക്കി തരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മളിലുള്ള മൂല്യങ്ങളുണ്ടാവും. നമുക്കെല്ലാവരുടെ സ്നേഹത്തിൽ കഴിയാൻ തുടങ്ങും. ആ ദൈവത്തിൻ്റെ മക്കളാണ് ഈ ലോകത്തിലെ സകല മനുഷ്യരും. അവരെ എല്ലാം ഒരു യൂണിവേഴ്സൽ ലവ് ഉണ്ടാകുകയാണ്, സ്നേഹം ഉണ്ടാകുകയാണ്, മറ്റുള്ളവരുടെ ഒരു ദയം മനസ്സിലുണ്ടാകും. അപ്പം നമുക്ക് ആ തോട്ടാണ്, നമ്മുടെ ഈ തോട്ട ചിന്തകളാണ് സന്തോഷവും സമാധാനവും ഒക്കെ കണ്ടെത്താൻ ഈ പ്രാർത്ഥനയ്ക്ക് കഴിയും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഞാൻ ഇത്രയും പ്രായമായി റിട്ടയർ ചെയ്തിട്ട് ഇത്രയൊക്കെ ദൈവം തമ്പുരാൻ എനിക്ക് തന്നല്ലോ, അത് കൃതജ്ഞതയോട് ഞാൻ രാവിലെ ആയാലും വൈകിട്ടായാലും പറയും. നമ്മൾ കൃതജ്ഞത കുറച്ച് നേരം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസേന ഒരു 10 പ്രാവശ്യമെങ്കിലും നമുക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങൾക്കും ദൈവത്തോട് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ശാസ്ത്രം പറയുന്നത്. ഇപ്പം സൈക്കോളജിയിലുമൊക്കെ പറയുന്നത് അതാണ്. അതായത് നമുക്ക് ഓരോന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുണ്ട്, മറ്റു കണ്ണില്ലാത്ത എത്രയോ പേരുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്, ഇത് നമുക്ക് ഇത്രയും നാൾ ജീവിക്കാൻ കഴിയുന്നു, വിദ്യാഭ്യാസമുണ്ട്, പറഞ്ഞാൽ മനസ്സിലാകും, എല്ലാവരും സ്നേഹിക്കാൻ കഴിയുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളായിട്ട് നമ്മൾ കാണുക. വിദ്യാഭ്യാസം, ഒരുപാടുള്ള ജോലി, വിവാഹ ജീവിതം, മക്കൾ, കൊച്ചുമക്കൾ, ഇതൊക്കെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലിങ്ങനെ കരുതിയിരിക്കുക, വിഷ്വലൈസ് ചെയ്യുകയാണ്. ഇതെല്ലാം നമുക്ക് ദൈവം തമ്പുരാൻ തരുമെന്നുള്ളത്, അത് റിയാലിറ്റി ആയി തീരും എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം. അതിന് പിന്നീട് ഇവിടെ പറഞ്ഞതിൻ്റെ ബാക്കി വശങ്ങളൊന്നും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. സാറിൻ്റെ എന്തായാലും നല്ലൊരു അടിപൊളി ക്ലാസ് ആയിരുന്നു. അത് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നുണ്ട്, നമുക്കൊരു അവയർനെസ് വരുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. മെഡിറ്റേഷൻ പോലെ, മെഡിറ്റേഷൻ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ നമ്മൾ ദൈവത്തെ നിന്ന് ഓർക്കുന്നത്, ആ ചിന്തിക്കുന്നത് നമുക്കൊരു വളരെ ആശ്വാസമാണ്. നമ്മൾ വളരെ ചാടി എഴുന്നാൽ ചിലപ്പോൾ താഴെ വീണും പോകും, അത് വേറൊരു കാര്യം. അപ്പോൾ ആ ഒരു 1-2 സെക്കൻഡ് മിനിറ്റ് നമ്മൾ ദൈവത്തെ ഓർത്ത് കിട്ടിയ അനുഗ്രഹം, നല്ലൊരു ഉറക്കം തന്നതിന് നന്ദി. അതുപോലെ എൻ്റെ കൂടെ കിടന്നവർ, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, ഓരോരുത്തരും അല്ലെങ്കിൽ ഭർത്താവ്, അവരോടൊക്കെ ഒത്ത് കഴിയാനൊക്കെ സന്തോഷം ജീവിക്കാൻ സാധിക്കുന്നു. എല്ലാവരുമായിട്ട് സ്നേഹത്തിൽ കഴിയാനും എല്ലാവരുമായിട്ട് യോജിച്ചു പോകുവാനും ഈ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള നന്മ, ലോകത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാ മനുഷ്യർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് നമ്മുടെ മനസ്സിലുണ്ടാകും. നമുക്കൊരു സുഖം ഉണ്ടാകും, മനുഷ്യർക്ക് ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതാണ് ഞാൻ കണ്ടത്. എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥനയെപ്പറ്റി പറഞ്ഞതാണ്. ബാക്കി എന്തൊക്കെ എൻ്റെ അർത്ഥങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്നും ഞാൻ കൂടുതൽ ചിന്തിച്ചിട്ടില്ല. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓക്കെ. മനോജ് സാറേ, പിന്നെ ആ മ്യൂസിക് വളരെ നല്ലതായിരുന്നു. മോഹൻദാസ് സാർ പറഞ്ഞതുപോലെ തന്നെ അത് നമുക്ക് കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് വളരെ ഹാപ്പിയായി. പിന്നെ തന്ന മെഡിറ്റേഷനും നല്ല ഒരു മനസ്സിന് നല്ലൊരു സുഖം കിട്ടിയായിരുന്നു. മെഡിറ്റേഷനിൽ സാറ് ഉൾപ്പെടുത്താൻ പറ്റുന്ന എല്ലാ ചേരുവകളും അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ആ സൗണ്ട് പറയുന്നതും ഒക്കെ വളരെ ഇമ്പ്രസീവ് ആയിരുന്നു. ഓക്കെ സർ, താങ്ക് യു സർ.
നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഷീല മാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ പ്രോസസ്സിൽ ഇവിടെ അതെ ഈ അതെ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇവിടെ പല സാറ് ഗുരുക്കന്മാരും ഉണ്ട്, അവരെ ഒക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാനിത് ലൈവ് ചെയ്യണമെന്ന്, പക്ഷേ ഞാൻ ഇത് റെക്കോർഡഡ് വേർഷനാണ് ഞാൻ കേൾപ്പിച്ചത്. പക്ഷേ എനിക്ക് ലൈവായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ തുടക്കം എന്നുള്ള രീതിയിൽ ഞാനത് ഇന്നലെ റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഒന്ന് കറക്ഷൻ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് മെഡിറ്റേഷൻ പ്രോസസ്സിലേക്ക് അങ്ങനെ അധികം എന്താണ് ഇവിടുത്തെ നമ്മുടെ ആന്റണി സാറും ഒക്കെ മെഡിറ്റേഷൻ ചെയ്യിക്കുന്നതൊക്കെ വളരെ, അതെ അതെ, വളരെ ഡെപ്തിൽ ഡീപ്പിൽ പോകുന്ന മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു കൈവെക്കണമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എങ്കിലും എല്ലാത്തിനും ഒരു തുടക്കം വേണമല്ലോ എന്ന് വെച്ചാൽ തുടങ്ങുക. താങ്ക് യു ഷീല മാം, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ നല്ലൊരു മെഡിറ്റേഷൻ ആയിരുന്നു, സൂപ്പർ. അത് ഞാൻ പറഞ്ഞില്ല എടുത്ത്, വളരെ സൂപ്പർ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ട്, സാർ കൊള്ളിച്ചിട്ടുണ്ട്. നല്ലൊരു അതെ നല്ല നല്ല താങ്ക് യു. ഒരു അതെ ഇതായിരുന്നു, മെഡിറ്റേഷൻ ആയിരുന്നു. അതെ. അമർജ്യോതി മാഡം പറയാൻ തുടങ്ങിയായിരുന്നു. യെസ് സാർ, താങ്ക് യു വെരി മച്ച് സാർ. നല്ല മെഡിറ്റേഷൻ ആയിരുന്നു. പിന്നെ സാറേ, ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ തോന്നിയ ആ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്കാണ് സാറ് പറഞ്ഞപ്പോ മനസ്സിലേക്ക് ഓടി വന്നത്. ദ സീക്രട്ട് എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഉണ്ട്. അതെല്ലാം ശരിക്ക്, അതായത് നമ്മളെ മനസ്സിൽ എന്താണോ വിചാരിക്കുന്നത്, അതായത് സബ് കോൺഷ്യസ് മൈൻഡ് ആണ് ശരിക്കും നമ്മളെ ഓരോ മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത്. എന്താണോ കോൺഷ്യസ് മൈൻഡ് കൊടുക്കുന്ന അതിനെ ഇരട്ടിപ്പിച്ച് അതിന്റെ 10,000 ഇരട്ടിയാക്കല മുപ്പര പരിപാടി. അപ്പൊ ഈ ചില ആൾക്കാർ എന്ത് വിചാരിച്ചാൽ സാധിക്കുന്ന, അവര് കോൺഷ്യസ് മൈൻഡിലൂടെ പോസിറ്റീവ് തോട്ട്സ് മാത്രമേ കടത്തിവിടും. പക്ഷെ സാധാരണ ആൾക്കാരൊക്കെ, നോർമലി ആൾക്കാരൊക്കെ എന്താ ചെയ്യുക, നെഗറ്റീവാണ് കടത്തിവിടുക. അപ്പാണ് നമുക്ക് പറ്റൂല എന്നുള്ള ചിന്തയാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നത്. അതാണ് ആൾക്കാർ എന്തുകൊണ്ടാണ് എല്ലാവരും ശരിയാവാത്തതെന്ന ചോദ്യത്തിന് ഒരിക്കലും സോക്രട്ടീസിന്റെ അടുത്ത് ഒരാള് വന്നിട്ട് ചോദിച്ചു എന്ന് പറഞ്ഞു, എനിക്ക് എല്ലാ കഴിവുകളുണ്ട് പക്ഷെ എനിക്ക് ഉയരാൻ പറ്റുന്നില്ല എന്ന്. അപ്പൊ അദ്ദേഹം ആ കുട്ടീനെ വെള്ളത്തിലേക്ക് മുക്കിയിട്ട്, അപ്പൊ നീല കളറാവുന്നേരം പുറത്തേക്ക് എടുത്തിട്ട് ചോദിക്കുക, എന്തായിരുന്നു വെള്ളത്തിന്റെ അകത്ത് എന്നപ്പോ ആവശ്യം ഉണ്ടായിരുന്നത്? അപ്പൊ എയർന്നു. അപ്പൊ അതുപോലെ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലാണ് ആ ശരിക്ക് സാക്ഷാത്കരിക്കുക. ആ കാര്യങ്ങളൊക്കെ ശരിയാണ്. ശരിക്കും നമ്മൾ എന്താണോ കറക്റ്റ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുക്കുന്ന അത് ശരിക്കും നമ്മൾ എത്തിച്ചിരിക്കും. കൊടുക്കാത്ത കൊണ്ടാണ് പലരും വിജയിക്കാത്തത്, അല്ലേ സാറേ? അതാണ് അനുഭവത്തിന് മനസ്സിലായത്. ശരിക്കും വളരെ നല്ല നല്ല ക്ലാസ് ആണ് സാർ. താങ്ക് യു സാർ. അമർജ്യോതി മാം പറഞ്ഞ ആ ബുക്കിന്റെ കൂട്ടത്തില് അതുപോലെ തന്നെ വിശ്വവിഖ്യാതമായ വേറൊരു ബുക്ക് കൂടെ ഡോക്ടർ ജോസഫ് മർഫി എഴുതിയ ദി പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. അത് വായിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അത് വായിച്ചിട്ടുണ്ട്. ഞാനത് കലക്കി കുടിച്ച അത്രയും നല്ല ബുക്കാണ്. ഞാൻ എന്റെ പോയിന്റ്സ് ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായില്ല. ഭയങ്കര ബുക്കാ അത്, പവർഫുൾ ബുക്ക്. മാഡത്തിനെ പോലുള്ളവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാവിധ വശങ്ങളെയും കൺസിഡർ ചെയ്ത് പലർക്കും അല്ലേ, കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പോലും പല തരത്തിലുള്ള ഗൈഡൻസ് തീർച്ചയായിട്ടും ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ ഒക്കെ ഉപയോഗിച്ച് അത് തീർച്ചയായിട്ടും സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. താങ്ക് യു മാഡം, താങ്ക് യു. കൗൺസിലിംഗിന് വളരെ ഉപകാരപ്രദമാണ്. അടുത്ത ഇൻവിറ്റേഷൻ മനോജ് സാർ, യെസ്. നല്ല ഒരു എക്സ്ട്രാ ഒരു വ്യത്യസ്തമായ ക്ലാസ് സാറിന് എടുത്തു. പിന്നെ ആ ഫ്ലൂട്ട് വായനയൊക്കെ നല്ല പിന്നെ ഉറക്കം വരുന്ന രീതിയിലുണ്ടായിരുന്നു. അത് നമുക്ക് ഉറങ്ങാൻ പറ്റാത്തവർക്ക് ഉറങ്ങാൻ സഹായിക്കുന്ന ഒരു ഒന്ന് തന്നെയാണ്. പിന്നെ ഈ മെഡിറ്റേഷനെ പറ്റി എനിക്കെന്തോ അറിയത്തില്ലായിരുന്നു. എന്താണ് മെഡിറ്റേഷൻ, എങ്ങനെയാണ് മെഡിറ്റേഷൻ ശരിക്കും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് കുറച്ചൊക്കെ ഇതൊക്കെ മനസ്സിലാകാൻ തുടങ്ങിയത്. പിന്നെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെ ആ രീതിയിലൊന്നും ചിന്തിക്കാതെ തന്നെ ഞാൻ എന്തെങ്കിലും വിചാരിക്കുന്നത് അത് ചെറുതായിട്ട് വിചാരിച്ചാൽ പോലും അത് ദൈവം എന്ന് പറയാം, അല്ലേ, സാധിച്ചു തരുന്നതായിട്ടാണ് എൻ്റെ ജീവിതത്തിലുള്ള ഇതുവരെയുള്ള അനുഭവം. ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ടെങ്കിലും ഞാൻ തമാശയ്ക്ക് പോലും എനിക്ക് അതൊന്ന് അങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നത് ചിലപ്പം കിട്ടിയിട്ടുണ്ട്. എനിക്ക് വലിയ യോഗ്യതയില്ലാതെ തന്നെ അത് ഇങ്ങനെയുള്ള ആ ഒരു സിസ്റ്റമാറ്റിക്കലായിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചിന്തിച്ച് അല്ലെങ്കിൽ അഫർമേഷൻ കൊടുത്ത് അങ്ങനെയൊന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ ചില നിമിഷങ്ങളിൽ അങ്ങനെ ആലോചിക്കുന്നതൊക്കെ നടന്നിട്ടുണ്ട്.
അപ്പൊ എനിക്ക് അതിൻ്റെ അകത്തു നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മള് സത്യസന്ധത അല്ലെങ്കിൽ ആരും കാണാതെ അനാവശ്യം കാണിക്കാതിരിക്കുക, അങ്ങനത്തെ കുറച്ച് വാല്യൂസ് നമ്മൾ കീപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറെ ദൈവത്തോട് നമുക്ക് വാല്യൂസ് കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തോട് അടുക്കലാണല്ലോ നമ്മുടെ ലക്ഷ്യവും, അല്ലെങ്കിൽ നമ്മൾ അതാണല്ലോ ചെയ്യേണ്ടത്. പക്ഷെ ഈ മതസ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞു തരുന്നത്. വെറും ചാൻറ്റിങ്, അതാണ് പ്രാർത്ഥന. അവർ കുറെ പ്രാർത്ഥന എഴുതി തരും, അത് ചാൻറ്റ് ചെയ്യുക. അപ്പൊ നമ്മളിപ്പോൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഇതങ്ങ് ചാൻറ്റ് ചെയ്താൽ മതി. അത് മനസ്സിൽ തട്ടിയൊന്നുമല്ല, അതിങ്ങനെ ബൈഹാർട്ട് ഇങ്ങനെ അതര വ്യായാമമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഇതിപ്പോ നമ്മൾ ശരിക്കും സാറിപ്പോ ഇത് വളരെ ഡെപ്തിലേക്ക് ഇറങ്ങി അത് എന്താ പറയാ, നമ്മുടെ ആർഷഭാരത സംസ്കാര പ്രകാരം നമ്മൾ മോക്ഷം പ്രാപിക്കുകയാണ് വേണ്ടത്. മോക്ഷം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിലയം പ്രാപിക്കുക എന്നാണല്ലോ. അപ്പൊ ആ ഒരു വഴിക്ക് പോകുന്ന രീതിയിലാണ് സാറ് ചെയ്തത്. അത് പക്ഷെ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മത മേലധ്യക്ഷന്മാരുടെ അടുത്തു നിന്നാണ്, പക്ഷെ അവിടുന്ന് കിട്ടാത്തതും അത് തന്നെയാണ്. അതുകൊണ്ട് ആളുകൾക്ക് ശരിക്കും ഭയങ്കര ഇഗ്നോറൻസ് ഉണ്ട് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ. നമ്മളിങ്ങനെയൊക്കെ സമയമെടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിതൊക്കെ മനസ്സിലാകുന്നത്. ഇപ്പൊ സാധാരണ മനുഷ്യർക്ക് ഒത്തിരി ഇഗ്നോറൻസ് ഉണ്ട്. അവര് പറയുന്ന പോലെ ചാൻറ്റ് ചെയ്താൽ മാത്രം മതി എന്നാണ് മനുഷ്യർ ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സാർ. നല്ലൊരു അവബോധം ഉണ്ടാക്കുന്ന ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു ഓമന ടീച്ചർ. നമ്മുടെ അമർജ്യോതി മാഡം പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓമന ടീച്ചർ ഇപ്പോൾ പറഞ്ഞ കാര്യം. പോസിറ്റീവായിട്ട് തിങ്കിങ്, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഫീലിങ്ങോടുകൂടി മറ്റുള്ളവർക്ക് കൂടി നന്മകൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അടക്കമൊക്കെ ഇവിടെ പലരും പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ചിന്തകൾ ഉള്ളത് കാരണമാണ് ഓമന ടീച്ചർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അത് ആ പോസിറ്റീവ് മെൻറ്റാലിറ്റിയുടെ പവറാണ് നമ്മുടെ. അതുപോലുള്ള ആ സബ് കോൺഷ്യസ് മൈൻഡിലും അത് അങ്ങനെ പ്രതിഫലിക്കുന്നതുകൊണ്ടാണ്. കാര്യം നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഈ പ്രപഞ്ചത്തിൽ എവിടെയോ അത് എയറിലുണ്ടല്ലോ. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മളിലെത്തും. എല്ലാ പക്ഷേ ഈ കാര്യങ്ങളും അങ്ങനെ ആളുകൾക്ക് ശരിക്കും ഒരു നെഗറ്റീവ് മെന്റാലിറ്റി അതെങ്ങനെ വരുന്നു എന്ന് എനിക്കറിയത്തില്ല. വേറൊരാൾക്ക് നല്ലത് കാണുമ്പോൾ സഹിക്കാൻ പറ്റാതിരിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവം കുറച്ച് കൂടുതലുണ്ടല്ലോ. അങ്ങനെ ആകുമ്പോഴാണ് ഈ ഈ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പ്രവൃത്തിയിൽ വരാത്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ചിന്തിച്ച് എനിമീസ് ഓഫ് ദി, അതെ മാഡം പറഞ്ഞത് 100% കറക്റ്റാണ്. നമുക്ക് 5-6 എനിമീസ് ഓഫ് ദ മൈൻഡ് എന്ന് പറഞ്ഞ് വേറൊരു സബ്ജക്റ്റ് ഉണ്ട്. അവരാണ് പ്രശ്നം, അവന്മാരാണ് കള്ളന്മാർ. അവരാണ് ഈ പറയുന്ന ഒരു കാര്യങ്ങളും നമ്മളെ കൊണ്ട് നേരാൻ വണ്ണം ചിന്തിപ്പിക്കാൻ എനിമീസ് ഓഫ് ദ മൈൻഡ് ഉണ്ട് ഒരുപാട്. ഇതെല്ലാം നമ്മുടെ ചിന്തകളെന്നും പറയുന്നത് എന്താണ്? മനസ്സാണ്. മനസ്സെന്ന് പറയുന്ന ചിന്തകളാണ്. ചിന്തകളുണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സുള്ളൂ. നമ്മൾ ഔട്ടർ വേൾഡിലേക്കൊക്കെ അങ്ങനെയാണല്ലോ. അപ്പം നമ്മൾ ഈ കാണുന്ന ഭൗതിക കാര്യങ്ങളെല്ലാം ചിന്തകളാലും 5 സെൻസസിൽ കൂടെ മാത്രം കിട്ടുന്ന കാര്യങ്ങളാണ് ഔട്ടർ വേൾഡ്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ എനിമീസ് ഓഫ് ദ മൈൻഡ് തീർച്ചയായിട്ടും കളിക്കും. കാമക്രോധ ലോഭ മോഹ എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ആപ്ലിക്കബിളാണ് നമ്മൾ കുറച്ചുകൂടെ എൻ്റെ ഒരു സ്പിരിച്വൽ സൈഡിലേക്ക് പോകുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ പറയാൻ നമ്മുടെ ഗോകുമാർ സാറും മോഹൻദാസ് സാറും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നമുക്ക് തിരിച്ചടികളും ഇതേപോലെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ചും നമ്മളിങ്ങ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഒരുപക്ഷെ നമുക്ക് അതിൻ്റെ ആഗ്രഹ സാഫല്യം പൂർത്തീകരിക്കാം. പക്ഷെ അത് മറ്റുള്ളവർക്കൊരു സമൂഹത്തിനൊക്കെ വേണ്ടിയും അല്ലെങ്കിൽ മറ്റുള്ളവർക്കൂടൊക്കെ ഉപകാരപ്പെടുന്ന ആണെങ്കിൽ ഇരട്ടി മധുരമായി അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഓമന ടീച്ചറുടെ ലൈഫിൽ ഇങ്ങനെ വരട്ടെ. എല്ലാ കാര്യങ്ങളും എന്താണ് അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു. നമസ്കാരം മനോജ് സാർ. നമസ്കാരം മനോജ് സാർ. ഇന്ന് ഒത്തിരി നാൾ കൂടിയാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്നത്. ഇന്ന് വന്നത് വളരെ നന്നായതെന്ന് തോന്നുന്നു. വളരെ അനുഗ്രഹപ്രദമായ ഒരു നിമിഷങ്ങളായിരുന്നു. സാറിന്റെ മെഡിറ്റേഷനും വളരെ നന്നായിരുന്നു. വളരെ ഒരു വൈബ്രേഷനുള്ള മ്യൂസിക് ആയിരുന്നു. ആ മ്യൂസിക് മനസ്സിനെ ഒത്തിരി ശാന്തമാകാനും അവസാനം ആ മെഡിറ്റേഷൻ സമയത്ത് ഞാൻ ഇപ്പം മയങ്ങി പോകുമ്പോൾ ചെയ്തു വളരെ ശാന്തമാകാനായിട്ട് സഹായിച്ചു. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയാണ്. മനസ്സിലുള്ള
നെഗറ്റീവ് വികാരങ്ങളെ ഇല്ലായ്മ ചെയ്ത് പോസിറ്റീവ് തോട്ടിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അഫർമേഷൻസ് കൊടുക്കുമ്പോൾ ക്ലാസ് കഴിഞ്ഞു. പിന്നെ ഇപ്പം നമ്മൾ ചർച്ച അഫർമേഷൻസ് കൊടുക്കുമ്പോൾ അത് സാധ്യതയിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയും. സൈക്കോളജിയും പ്രാർത്ഥനയുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. സൈക്കോളജിയിൽ നമ്മൾ എടുക്കുമ്പോൾ മനസ്സിനെ ശാന്തമാക്കുക തന്നെ, ശാന്തമായ മനസ്സുകൊണ്ട് നമുക്കുണ്ട്. നമ്മുടെ നെഗറ്റീവ് വികാരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ വിദ്വേഷം, അഹങ്കാരം, ഞാനെന്ന ഭാവമൊക്കെ പ്രാർത്ഥനയിലും അലിഞ്ഞില്ലാതാകുന്ന ഈ ഭാവങ്ങളാണ്. ഇതൊക്കെ ഉള്ളവർ അവർ പോയി പ്രാർത്ഥിച്ചാൽ അവർ പ്രാർത്ഥിക്കുന്നൊന്നും സാധിക്കത്തില്ല. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെല്ലാം ലഭിച്ചു എന്ന് വിശ്വസിക്കാൻ യേശു എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ മനസ്സ് ശാന്തമാകണം. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ളൊരു സംഭാഷണം. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയാം, നമ്മൾ എന്ത് പറഞ്ഞാലും മറുപടിയൊന്നുമില്ല. പക്ഷെ കുറച്ച് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും. ശാന്തമായ മനസ്സുകൊണ്ട് ഈശ്വരനിലേക്ക് നോക്കി കഴിയുമ്പോൾ ശാന്തി ലഭിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ, മറ്റുള്ളവന്റെ കുശുമ്പും മുന്നായ്മയും പറച്ചിലല്ല പ്രാർത്ഥന, അഹങ്കാരം പറച്ചിലല്ല, മറ്റുള്ളവർ നശിക്കാൻ പറയുന്നതല്ല. എനിക്ക് നന്മയ്ക്കായിട്ടാണെങ്കിൽ ഇത് ഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നതാണ് പ്രാർത്ഥന. അല്ലാതെ എനിക്ക് വേണ്ടുന്നതെല്ലാം തരാൻ അറിയാം, ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിലുണ്ടായതും എന്നെ ഇത്രയും നാൾ ഇതുപോലൊക്കെ സംരക്ഷിച്ചതും. അപ്പോൾ ഇനിയും സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ കൂടെയുള്ളതെന്നുള്ള ബോധ്യമുണ്ടാകുമ്പോൾ നമുക്ക് ഒന്നും ചോദിക്കാനില്ല. എൻ്റെ നന്മയ്ക്കാണെങ്കിൽ എനിക്കത് ലഭിക്കും എന്നുള്ള വിശ്വാസം നമ്മെ ശക്തിപ്പെടുത്തും. അതാണ് പോസിറ്റീവ് എനർജി. പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് അത് തന്നെയാണ്. നെഗറ്റീവ് എനർജി ഉള്ളവർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ കുറ്റപ്പോഴോ കഴിഞ്ഞിട്ട് വേണ്ടാതെന്ന് പറയുക. മനസ്സിലെ അസ്വസ്ഥതകൾ മാറി മനസ്സ് ശാന്തമാകുന്നതാണ് പ്രാർത്ഥന. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നല്ലൊരു സെക്ഷൻ ആയിരുന്നു, അതുകൊണ്ട് സംസാരിച്ചു. എൻ്റെ പേര് വത്സമ്മ എന്നാണ്, തൊടുപുഴയിൽ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഓഡിബിൾ ആണോ സർ? അടുത്താരാണ്? സർ ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ സർ? ഓക്കെ. എപ്പോഴും മനോജ് കുമാർ സാറ് ഈ പ്ലാറ്റ്ഫോമിനെ വിസ്മയിപ്പിച്ചിട്ടേ ഉള്ളൂ. എപ്പോഴും സാറിന്റെ ക്ലാസ് ആണെന്ന് കാണുമ്പോൾ അത് എന്താണെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എപ്പോഴും സാറ് വേ ഓഫ് പ്രസന്റേഷൻ ആയിരിക്കണം. ഈ ഒരു ടോപ്പിക്ക് തന്നെ അത് വേറൊരു രീതിയിൽ സാറിയും അല്ലെങ്കിൽ ആരെങ്കിലും പ്രസന്റ് ചെയ്തെങ്കിൽ പോലും ഇത്രമാത്രം നമ്മളുടെ ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഹയർ പവറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് എല്ലാവർക്കും അത് അനുഭവമുള്ളതാണ്. പ്രാർത്ഥനയില്ലാത്ത മനസ്സ് ക്ലാവ് പിടിച്ച ചെമ്പ് പാത്രങ്ങളെ പോലെയാണെന്ന് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രാർത്ഥന നമ്മളെ സംശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ്. അതുപോലെ തന്നെ സാർ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് സാറിൻ്റെ ആ ഒരു പ്രോസസ്സ് ഇവിടെ നടന്നതും. മെഡിറ്റേഷനിലേക്ക് പോവുകയും ഫ്ലൂട്ടിൻ്റെ ആ ഒരു മനോഹരമായ ശബ്ദത്തിലൂടെ നമ്മുടെ ആത്മാവിനെ അറിയാനും ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് നമ്മൾ ചെയ്തത്. എപ്പോഴും പിന്നീട് എനിക്ക് ഓർമ്മ വരുന്ന ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ആബേലച്ചൻ എഴുതിയ ഒരു പാട്ട്, ഈശ്വരനെ തേടി ഞാൻ നടന്നു എന്ന് പറഞ്ഞ ഒരു പാട്ട് ഓർക്കുന്നില്ലേ? ആ വരികൾ സാറിന് അറിയാമായിരിക്കും. അത് എല്ലായിടത്തും തിരഞ്ഞു, അവിടെയും ഇല്ല ഇവിടെയും ഇല്ല ഈശ്വരൻ. കടലിലും മണ്ണിലും കരയിലും എല്ലാം തേടി നടന്നു, പക്ഷെ ഈശ്വരനെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു, എൻ്റെ ആഴങ്ങളിലേക്ക്, ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞപ്പോൾ അവിടെ ഞാൻ കണ്ടു ഈശ്വരൻ എൻ്റെ ഉള്ളിലാണ് വസിക്കുന്നത്. സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം എന്ന് തിരിച്ചറിയുക. അപ്പോൾ ആ പാട്ടിൻ്റെ വരികൾ അന്വർത്ഥമാകുന്ന രീതിയിലാണ് സാർ ഇന്നിപ്പോൾ ഇവിടെ ഈ ഒരു ക്ലാസ് എന്നുള്ള രീതിയിൽ ഈ ഒരു മെഡിറ്റേഷൻ പ്രോസസ്സ് ചെയ്തത്. എനിക്കത് ഒരുപാട് നന്ദി പറയുന്നു. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു സാറിനോട്. നല്ലൊരു അനുഭവമായിരുന്നു സാറിൻ്റെ ഒരു നിശബ്ദതയിൽ നിന്ന് ശബ്ദത്തിലേക്ക് പോകുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. നമ്മെ തിരിച്ചറിയാനും ഒക്കെ ഉള്ളൊരു നല്ലൊരു സെഷൻ സർ. തീർച്ചയായിട്ടും നമ്മൾ പലരും പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു കാര്യം അതിതീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചം പോലും അതിനുവേണ്ടി ഗൂഢാലോചന ചെയ്യുമെന്ന് പൈലോ കോയിലോ എന്ന മഹാ എഴുത്തുകാരൻ്റെ വാക്കുകളും ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. ആൽക്കെമിസ്റ്റ് എന്നുള്ള ബുക്കിലെ ഒരു വാചകം
ആ ഒരു ആശയം ഇവിടെ സാറ് അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ പോലെ അഫർമേഷൻ. പിന്നെ സാറിൻ്റെ കസിൻ തങ്കപ്പൻ സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു 5 ഘട്ടങ്ങളിലായിട്ട് ഒരു പ്രാർത്ഥന പോകുമ്പോൾ നമ്മളിലേക്ക് തന്നെ തിരിച്ചു പോവുകയും മറ്റുള്ളവരിലേക്ക് നമ്മളിൽ ഉണ്ടാകുന്ന ആ പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം. അതുപോലെ തന്നെ അഫർമേഷനും നമ്മുടെ കൺഫെഷനും ഗ്രാറ്റിറ്റ്യൂഡ് അവസാനം പ്രൈസ് ചെയ്യുന്നത് എല്ലാം നമ്മളെ സംശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സാണെന്നുള്ള ഒരു വലിയ സത്യം ഒന്നുകൂടി തിരിച്ചറിയാനുള്ള ഒരു അവസരമായിരുന്നു ഇത്. മനോജ് കുമാർ സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി, അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാറേ, പിന്നെ നമ്മുടെ APJ അബ്ദുൽ കലാം അതുകൊണ്ടായിരിക്കും സ്വപ്നം കാണുക എന്ന് പറഞ്ഞത്. ഇതിന്റെ വേറൊരു പതിപ്പാണെന്ന് തോന്നുന്നു. അത് ഓഡിബിൾ അല്ല സർ. ഇതാണ് ഉറക്കം കെടുത്തുന്ന സ്വപ്നം എന്ന് പറഞ്ഞത്. കേട്ടോ മാം, ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ കാണണമെന്നാണ് അബ്ദുൽ കലാം സാർ പറഞ്ഞത്. അതെ അതെ അതെ. അല്ല, സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രമേ നമുക്കത് സാധ്യമാക്കാൻ പറ്റൂ. സാറ് ഓഡിബിൾ അല്ല സർ. മനോജ് സർ, എൻ്റെ മൈക്ക് മ്യൂട്ടായിരുന്നു. എനിവേ, ഞാൻ പറഞ്ഞത് സ്വപ്നങ്ങൾ അപ്പോൾ അമരജ്യോതി മാഡം പറഞ്ഞു വലിയ രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണാനാണ് അബ്ദുൽ കലാം സാർ എപ്പോഴും പഠിപ്പിച്ചിട്ട്. തിങ്ക് ബിഗ് ആൻഡ് ഡ്രീം ബിഗ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് കേട്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. അത്ര മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ. അതെ, തീർച്ചയായിട്ടും സ്വപ്നം സബലീകരിക്കാനാണല്ലോ. അതെ സാറേ. ഇതിപ്പോ സാറിന് ഈ ഫ്ലൂട്ടിന്റെ ഈ മ്യൂസിക് കേട്ടപ്പോഴേ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഫ്ലൂട്ട് വായിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു അരുവിയുടെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ടുള്ള ഒരു ഭാവന വന്നു. എല്ലാരിലും വന്നു കാണും. അതുപോലെ ഇങ്ങനെ ഞാൻ എല്ലാ ഗോഡുകളെ ഇങ്ങനെ ഓർമ്മിച്ചപ്പോഴത്തേക്ക് യേശുക്രിസ്തു ഇങ്ങനെ പിന്നെ ഇത് അദ്ദേഹത്തിന്റെ മുഖം എപ്പോഴും ഒരു എന്താണ് ഗൗരവമുള്ള മുഖമാണ്. അതിലൂടെ നമ്മളെ എന്തൊക്കെയോ പറഞ്ഞു തരുന്നതായിട്ട് തോന്നാറുണ്ട്. പിന്നെ നബിയാണെങ്കിൽ കാരുണ്യത്തിൻ്റെതൊരു മുഖം കാണുന്നുണ്ട്. ശ്രീരാമൻ്റെതാണെങ്കിൽ സത്യം മാത്രം പറയുക എന്നുള്ള ഒരു ഇത് ഓർക്കുന്നുണ്ട്. ഇതെല്ലാം ആ ഫ്ലൂട്ട് കേട്ടപ്പോഴത്തേക്ക് ഇങ്ങനെ മനസ്സിലൂടെ കടന്നുപോയി. അതുപോലെ നമ്മളെ മുന്നിൽ കാണുന്ന നിങ്ങളെയൊക്കെ പോലുള്ള നല്ല മനുഷ്യരെ കുറിച്ച് ഇപ്പോൾ അറിയാതെ കടന്നുപോയി. ഒന്നും തന്നെ ആഗ്രഹിക്കാതെ നമുക്ക് മോഹൻദാസ് സാറിന്റെ ക്ലാസ്സുകൾ പലപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ എനിക്ക് ഉഷയ്ക്കും ഞങ്ങൾക്ക് സാറ് തിരുക്കുറൾ പറയുമ്പോൾ ഉണ്ടാകുന്ന അതൊരു ദൈവികമായ ഒരു ക്ലാസ്സാണ് അന്ന് ആ വെള്ളിയാഴ്ച നടക്കുന്നത്. അതുപോലെ തന്നെയാണ് മനോജ് സാറും ഒക്കെ നല്ല ആരോടും ഒരു പിന്നെ ദുഷ്ചിന്ത ഇല്ലാതെ പറഞ്ഞു തരുന്ന കാര്യങ്ങളായിട്ടാണ് അനുഭവപ്പെടാറുള്ളത്. എല്ലാവരുടെ ക്ലാസ്സുകൾ ഇവിടെ വരുന്ന എല്ലാവരും. താങ്ക് യു സർ. അല്ല, അപ്പൊ അത് പറയുമ്പോൾ സംഗീതത്തിന്റെ ഒരു ശക്തിയാണ് നമ്മള് അങ്ങനെ സ്വാധീനം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ആ ഫ്ലൂട്ട് പീസിന് സാധിച്ചുവെങ്കിൽ അത് സംഗീതത്തിന്റെ മഹത്വമാണ്. സംഗീതത്തിന് അങ്ങനെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മോഡുലേഷൻ പോയത്. അതെ അതെ, അത് വളരെ പ്രസിദ്ധനായ ഒരു നമ്മുടെ ഇവിടുത്തെ ഈ നമ്മുടെ കോപ്പിറൈറ്റ്സ് ഒന്നും ഇപ്പോഴത്തെ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ സെലക്ട് ചെയ്ത്. അപ്പോൾ ആ ഒരു ഒരു ഫീലാണ് എനിക്ക് അതിനെ കിട്ടിയത് തോന്നിയത്. രണ്ട് മ്യൂസിക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് പിയാനോയുടെ ബാൻഡാണ്. അതിൻ്റെതായിട്ടുള്ള സംഗീതത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഗൈഡഡ് മെഡിറ്റേഷൻ ഒക്കെ നല്ലപോലെ ചെയ്യുന്നവരെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സംഗീതം കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും അല്ലേ സാർ? ഒരു ചെറിയൊരു മെഡിറ്റേറ്റീവ് മൂഡിൽ പോകാൻ അത് സഹായിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. സംഗീതമുള്ള ഒരു ഘട്ടത്തിൽ സാറ് പോയ ജോഷി സാർ ഉണ്ടായിരുന്നു. വേറെ ആരാണ്? നമ്മുടെ ജോർജ് സാറിനെ കണ്ടില്ല. ജോർജ് സാറാണോ ജിയോ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. സാറാണോ അറിഞ്ഞൂടാ. ഇനിയും നമ്മുടെ സമയം ജോർജ് സാറാണ്. ജോർജ് സാറിന് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം അല്ലേ സാറ്? മനോജ് സാർ. അതെ അതെ അതെ, യെസ് യെസ് യെസ്. ജോർജ് സാർ, വെൽക്കം. ജോർജ് സാറിന്റെ കൊച്ചുണ്ടാവും കയ്യിൽ, അതാ
സാറ് അതിനകത്ത്. അൺമ്യൂട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. നമുക്ക് സാം മാത്യു എന്ന് പറഞ്ഞൊരു സാറുണ്ട്. സാറ് അദ്ദേഹം പലപ്പോഴും ഈ പ്ലാറ്റ്ഫോമിൽ വരാറുള്ളതാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കൂടി മനോജ് സാറിനൊരു കോംപ്ലിമെന്റ് കൊടുക്കാനുണ്ടാവൂല തീർച്ചയായിട്ടും, അല്ലേ? ആരാണ് ഇനി പറയാനുള്ളത്? മനോജ് സാർ പൊള്യൂഷന്റെ ആളാണ് അല്ലേ? ഫിൽട്ടർ ചെയ്യുന്ന എന്താ? ആളാണ് മനോജ് പരിസ്ഥിതി സാറ്. അല്ലേ? പൊള്യൂഷൻ പൊള്യൂഷനെ ഫിൽട്ടർ ചെയ്ത് ശുദ്ധീകരിക്കുന്ന ആളാണ്. അതുപോലെ നമ്മുടെ മൈൻഡിന്റെ ഇതും ഈ പറഞ്ഞല്ലേ പ്ലാവ് പിടിച്ച ഇതിനൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് അതിനെ അതെ, ഇതാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു പ്രത്യേക ഒരു കാര്യമുണ്ട് സാറിന്. അതൊരു അതെ. അല്ല പക്ഷേ സാറ് പഠിച്ച കാര്യമാണ്. ഈ നമ്മുടെ സാബു സാറിന്റെ പ്ലാറ്റ്ഫോം പലതരത്തിലുള്ള നമ്മളെ ഗൈഡൻസും പലതരത്തിലുള്ള പഠനങ്ങളും ഒക്കെ സഹായിക്കുന്നുണ്ട്. തീർച്ചയായും അത് ഇവിടുന്ന് കിട്ടിയതാണെന്ന് തന്നെ തീർച്ചയായിട്ടും ഞാൻ വളരെ അഭിമാനത്തോട് പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല. ഞാൻ ഇംഗ്ലീഷ് സെഷനൊക്കെ തുടങ്ങിയത് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. ഞാൻ എന്താണ് പരിസ്ഥിതി, ഇപ്പം മോഹൻദാസ് സാർ പരിസ്ഥിതിയും ജലവും മലിനജലവും ഒക്കെ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമായിട്ടാണ് എൻ്റെ എൻട്രി എങ്കിലും അത് കുറേ ക്ലാസ്സുകളൊക്കെ ഞാൻ അത് എടുത്തു. അതിനുശേഷം ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ വരുന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള എല്ലാവരോടും ഇരിക്കുമ്പോൾ നമുക്കൊരു പലതരത്തിലുള്ള ഇൻറ്റ്യൂഷൻസ് തോന്നാം, പലതരത്തിലുള്ള ഐഡിയാസ് തോന്നാം. അപ്പോൾ അത് നമ്മൾ അതിനെ കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും അതിനൊരു എന്താണ് ഗിവ് ആൻഡ് ടേക്ക് എന്നും പറഞ്ഞ മാതിരി നമ്മൾ കേൾക്കുന്ന. ഇപ്പോൾ ഉഷ മാഡം പറഞ്ഞ പോലെ മോഹൻദാസ് സാറിൻ്റെ ഫ്രൈഡേയിലുള്ള ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ്. എന്തെങ്കിലും ഫ്രൈഡേയിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിൻ്റെ ആ ഒരു സെഷൻ. വളരെ ഭംഗിയായിട്ട് അതിപ്പം വളരെ ഭംഗിയായിട്ട് ഇപ്പം നടക്കുന്നുണ്ട്. പ്രത്യേകത എല്ലാവർക്കും ഉള്ള ഒരു കോൺട്രിബ്യൂഷൻ അത് വളരെ സാറ് കൊണ്ടുവരുന്ന സബ്ജക്റ്റിൽ മറ്റിനകത്ത് പങ്കെടുക്കുന്നവരുടെ കൂടെ കോൺട്രിബ്യൂഷൻ ഇപ്പോൾ വളരെ വലുതായിരിക്കും. പ്രത്യേകിച്ചും ഉഷ മാഡം, ഷീല മാഡം, മറ്റുള്ള അനവധി പേര് അതിനെക്കുറിച്ചൊക്കെ വളരെ എന്താ സാറിൻ്റെ ഒരു ഗൈഡൻസിൽ കൂടെയാണ് അവർക്ക് അങ്ങനെ ഒരു പ്രാപ്തി കൈവന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് വളരെ മനോഹരമാണ്. അത് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ എന്നെപ്പോലെ അജ്ഞരായിട്ടുള്ളവർക്കൊക്കെ അതിനെക്കുറിച്ചുള്ള ചില ടിപ്സൊക്കെ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇനിയും അത് റെഗുലറായിട്ട് കേൾക്കാനുള്ള ഒരു 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 ശ്രമത്തിലാണ് ഞാൻ. നല്ല യൂസ്ഫുൾ ക്ലാസ്സാണ്. അവർ ഇവിടെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ മാതിരി സാബു സാറിൻ്റെ ക്ലാസ് പ്ലാറ്റ്ഫോമിലെ ഓരോ ദിവസവും അതാണല്ലോ ഇവിടെ ദിവസവും മുടങ്ങാത്ത മാറ്റിനിയാണ് നടക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് സാർ വന്നിട്ടുണ്ട്. സാറിൻ്റെ വാചകങ്ങൾ കൂടെ നമ്മൾ കേട്ടതിന് ശേഷം നമുക്ക് ഈ ഇന്നത്തെ സെഷൻ. യെസ്, താങ്ക് യു മനോജ് സാർ, താങ്ക് യു സാറേ. ആദ്യമേ പറയട്ടെ, ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഒത്തിരി നന്ദിയുണ്ട്. കാരണം സാറിന്റെ ക്ലാസ്സിന് എന്നും പുതുമയുണ്ട്. അതാണ് വേറൊരു വിശേഷം. ഉള്ള സത്യങ്ങളായിരിക്കും, പക്ഷേ അതിനേക്കാൾ ഉപരി അത് ആ അവതരണ രീതിയിലും അതെ അതിന് പുതുമയുണ്ട്. കണ്ടെത്താത്ത മേഖലകൾ. ഇപ്പൊ വാട്ടർ പൊല്യൂഷൻ മുതലാണ് ആദ്യം തുടങ്ങിയ ക്ലാസ് എന്ന് എൻ്റെ ഓർമ്മ. ഞാൻ അന്ന് പോലും ശ്രദ്ധിക്കും. ക്ലാസ് തുടക്കം പോലും ഉണ്ടായിരുന്നു സാറിന്റെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ. അപ്പോ ഇത് മെഡിറ്റേഷന്റെ സാധാരണ കിട്ടുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപന രീതി, ഒരു ട്യൂണിങ് ആയിരുന്നു. ശരിക്കും ആർക്കും പൊരുത്തപ്പെടാം, സാധാരണക്കാരന് പറ്റുന്ന ആ ഒരു പ്രായോഗിക മാർഗം. അങ്ങനെ വിശേഷിപ്പിക്കാൻ എൻ്റെ വാക്കുകൾക്ക് എൻ്റെ ചിന്തയ്ക്ക് കഴിയുന്നു. എനിക്ക് കുറേയൊക്കെ അങ്ങോട്ട് ചേരാൻ പറ്റി. പിന്നെ കൊച്ചുമോൻ ആണ് നമ്മളിപ്പോൾ നിയന്ത്രിച്ച് നടത്തുന്നത്. അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളിൽ അതിൻ്റെതായ സാഹചര്യങ്ങളുണ്ട്. അത്രയേ ഉള്ളൂ. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. അത്രയും പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു സർ. ജോർജ് സാറ് കൈയൊക്കെ എടുത്ത് പറയുമ്പോഴേ അതിനൊരു പൂർണ്ണത വരുള്ളൂ ഫീഡ്ബാക്കിന്. ഇന്ന് ടൈ ഒക്കെ കെട്ടിയാണല്ലോ ഇരിക്കുന്നത്. എന്താ സാർ ഇന്ന് വല്ല ഫംഗ്ഷൻ ഉണ്ടായിരുന്നോ? നല്ല ഷർട്ടൊക്കെ ഇട്ട്. അതുപോലെ സാറിനെ കണ്ട് വളരട്ടെ കൊച്ചുമോനും സാറിനെ പോലെ വലിയവനാണ്. എന്താ മോന്റെ പേരെന്താ? പറയൂ, മോന്റെ പേര് പറയൂ. മോൻ പറയൂ. ഒളിവർ ജോർജ് ഉല്ലാസ്. വണ്ടർഫുൾ നെയിം. ഗുഡ്. റൈറ്റ്. അപ്പോൾ സാബു സാറിനെ ക്ഷണിക്കുകയാണ്. സാർ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ നമ്മളെ കൺക്ലൂഷൻ പറയാനും ബാക്കി നടപടികളിലേക്ക്. എന്തോ മർജ്യോതി മാം എന്താ പറഞ്ഞേ? മാം പാട്ട് പാടും, നല്ല ശബ്ദം.
സൂപ്പർ. ഉല്ലാസ്. ഒലിവർ പാട്ട് പാടുമെന്നാണ് ആന്റി ചോദിച്ചത്. ഒലിവർ അല്ല ഉല്ലാസ് പാട്ട് അല്ല, ഞങ്ങളെല്ലാരും അത് പാടും. ഉഷ മാമിനോടാ ഞാൻ പറഞ്ഞത്. ഉഷ മാമിന്റെ ശബ്ദം വളരെ നല്ല പാട്ട് പാടുമോന്ന് ചോദിച്ചാ. താങ്ക് യു. പാടും, നമ്മളെല്ലാരും പാടും. പക്ഷെ ഈ പ്ലാറ്റ്ഫോമിലെ KS ടീച്ചറാണ്, ലതാ മങ്കേഷ്കറും ടീച്ചറാണ്. ഞങ്ങളൊക്കെ അമർജു, സൺഡേയിലെ ദിവസം അല്ലേ സർ? സംഗീതത്തിന് വേണ്ടി മാത്രമുള്ളതാണല്ലോ, സംഗീതത്തിന് വേണ്ടി മാത്രം സൺഡേ. അപ്പൊ അന്ന് തീർച്ചയായിട്ടും ഒലിവർ പാടാൻ പോകുന്നുണ്ട്, ഒരു അവസരം കൊടുക്കണേ. യെസ് യെസ് യെസ്, പാടൂ, പാടിക്കോളൂ. പാടിക്കോ. 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 33 മാസമായുള്ളൂ. 33 മാസേ ആയുള്ളൂ പ്രായം എന്ന് പറയാം. കൈയൊക്കെ കാണിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ പാടും, പുള്ളിക്ക് മൂടാണെങ്കിൽ. അത്രേ ഉള്ളൂ. ഇപ്പൊ പുള്ളി വേറെ എന്തൊക്കെയാ, രാജകുമാരി പോയേക്കുമായിരുന്നു ഇടുക്കി. അവന്റെ അമ്മ വീട് എവിടെയാ, ഇന്ന് ഞങ്ങള് കൊണ്ടുവരുമായിരുന്നു. ശരി ശരി. അതെ, കഴിഞ്ഞ ദിവസം ഫ്രീ ആയിട്ടൊക്കെ കയറിയിരുന്നില്ലേ? അതെ അതെ. ഞാൻ പറഞ്ഞത് സൺഡേയിലെ നമുക്ക് മ്യൂസിക്കിന് വേണ്ടി തന്നെ ഇവിടെ ഒരു സ്റ്റേഷൻ ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് അതെ, പാട്ടിന്റെ സൈക്കോളജി അടക്കം അവരവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പ്രസന്റ് ചെയ്യാനുള്ള അതെല്ലാം ഇവിടെ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നവരാണ്. നമ്മുടെ ഷീലാമാം ഒക്കെ വളരെ നല്ല രീതിയിൽ പാടുകയും, അതെ അതെ, നമ്മുടെ ഉഷ ടീച്ചറൊക്കെ നല്ല രീതിയിൽ തന്നെ. ഇന്നലെ സാറേ എനിക്കൊരു അർജന്റ് പ്രശ്നം ഉണ്ടായി, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് പോവുകയായിരുന്നു. പക്ഷെ ഫോൺ പിന്നെ ഇതാകാൻ എനിക്ക് പറ്റിയില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഉഷ പറഞ്ഞു. അതെ, വി മിസ് യു. എന്തായാലും അടുത്ത ആഴ്ച നമുക്ക് തകർക്കാം സാർ. വേണുഗോപാൽ സാറിന്റെ നല്ല സെഷൻ ആയിരുന്നു. സാറ് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന 7 സൂപ്പർ സോങ്സ് ആയിരുന്നു ഇന്നലെ പ്രസന്റ് ചെയ്തത്. വളരെ നല്ല രീതിയിൽ അതിനെ കുറിച്ചൊക്കെ നീണ്ട പഠനമൊക്കെ നടത്തി. ചന്ദ്രകളപ്പം എന്നുള്ള പാട്ടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന പാട്ടായിരുന്നു സാറേ, അത് പാടാൻ പറ്റിയില്ല. സൂപ്പർ പാട്ടുകളായിരുന്നു. നമ്മള് അടുത്ത ആഴ്ച വീണ്ടും നമ്മൾ പാട്ടിന്റെ പാലാഴിയും അങ്ങനെയൊക്കെയുള്ള ഇത്. പ്രിയ ജോർജ് സാറിനെ ക്ഷണിക്കുകയാണ്. സാറ് പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ സെഷന്റെ ഒരു, സാറിനെ കേട്ടില്ല, സാറിന്റെ കൂടെ ഒരു കൺക്ലൂഷൻ. അതെ, സോറി, സാബു സാർ ഫ്രീ ആണെങ്കിൽ സാർ ഒന്ന് വന്ന് ഒരു 2 വരി കൺക്ലൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സെഷൻ അവതരിപ്പിക്കാനുള്ള. തീർച്ചയായിട്ടും. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ ഇന്നത്തെ ഈ ഒരു തീം എന്നെ ശ്രദ്ധിച്ചിരുന്ന, എന്നെ കേട്ട, എൻ്റെ ഈ തീമിന് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇതുപോലുള്ള വീണ്ടും നമുക്കെല്ലാവരും കൂടെ ഇത് ഇങ്ങനെ അവതരിപ്പിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ വീണ്ടും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Thank you, sir.